കടന്നു വരുവാൻ ദൈവം ഒരുക്കുന്ന നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം തുടർമാനമായിട്ട് നാം ദൈവവചനത്തിൽ നിന്ന് ശ്രേഷ്ഠമായ ചിന്തകളൊക്കെ നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് പാൽക്കാലവും സ്തോത്രം കർത്താവിൻ്റെ ദാസനെ സൂക്ഷിപ്പാനായിട്ട് ദൈവം ബലപ്പെടുത്തി. ഇന്ന് സന്ധ്യാസമയത്ത് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. സന്ധ്യാസമയം നമ്മുടെ മുമ്പിൽ സമയം പരിമിതമാണല്ലോ. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസനെ ഞാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇരുന്നു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവവചന ധ്യാനത്തിനായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. വാത്സല്യ സഭയ്ക്കും ഇവിടെ ശുശ്രൂഷിക്കുന്ന അഭിഷിക്ത കർത്തൃദാസനും തൻ്റെ കുടുംബത്തിനും PMG ചർച്ചിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ അനുഗ്രഹിതരായ ദൈവദാസന്മാർക്കും വിശേഷിയാൽ ഈ ദിനങ്ങളിൽ ഉപവാസത്തോടായിരിക്കുന്ന ഞങ്ങളുടെ ജനത്തിനായും പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ സെക്ഷനുകളിൽ ദൈവാത്മാവിൻ്റെ ഇടപെടലുകൾ വെളിപ്പെട്ടു വരുവാൻ കൃപ ചെയ്ത ദൈവമേ, ഇന്ന് രാത്രിയിലും അവിടുത്തെ ആത്മാവ് ജനത്തോട് സംസാരിക്കണം. വചനത്തിൻ്റെ വാതിലുകൾ അവിടുന്ന് തുറക്കണം. ജനത്തോട് സംസാരിക്കണം. ഞങ്ങളെ കുറേ കൂടെ കർത്താവിലേക്ക് അടുപ്പിക്കുന്ന ആത്മീക ദൂത് ഇന്ന് രാത്രിയിലും വെളിപ്പെട്ടു വരേണ്ടതിന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ക്രൂശിൻ്റെ മറവിൽ മറയുന്നു, തിരുനാമത്തെ മഹത്വപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട യോഗങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ഈ വേദി ഒരുക്കി തന്ന കർത്താവിൽ ബഹുമാനിയ പാസ്റ്റർ, തൻ്റെ കുടുംബം, ഈ സഭയിൽ കർത്താവിനെ അക്ഷയമായി സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വിശ്വസ്തരും വിശുദ്ധരുമായ എല്ലാ വാത്സല്യ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സന്ധ്യാവന്ദനങ്ങൾ അറിയിക്കുന്നു. രാത്രി യോഗങ്ങൾ ദീർഘമായ പ്രസംഗത്തിനുള്ള വേദിയല്ലെന്ന് എനിക്കറിയാം. കഴിഞ്ഞ പകലിൽ പരിശുദ്ധയാത്മാവ് ഒരു മടങ്ങിവരവിൻ്റെ സന്ദേശം നമുക്ക് നൽകി. അത് ഏറ്റെടുത്തവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും പരിശുദ്ധയാത്മാവിൻ്റെ ശക്തമായൊരു ഇടപെടൽ ഈ വചനത്തിനകത്തൂടെ ഉടനീളം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ വചനം എവിടെയൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു ദൈവപ്രവൃത്തി ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ആ ദൈവം ഈ വചനത്തെ നമുക്ക് നൽകട്ടെ. എത്ര പേർക്ക് പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ ഹല്ലേലൂയ. ഒരു തവണ കൂടെ ആ വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 12, 13, 14 വാക്യങ്ങൾ. ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. കുരുടന്മാരും മുടന്തന്മാരും ദൈവാലയത്തിൽ അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരെ സൗഖ്യമാക്കി. ആ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യാം. പുറത്താകേണ്ടത് പുറത്തായാൽ അകത്തു വരേണ്ടത് അകത്തു വരും. എത്ര പേർക്ക് സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാൻ പറ്റുന്നുണ്ട്? ആമേൻ. ആലയത്തിൻ്റെ അങ്കണത്തിൽ കയറാൻ വിലക്കപ്പെട്ടൊരു ഗ്രൂപ്പാണ് കുരുടരും മുടന്തരുമെങ്കിൽ, ആമേൻ, ദൈവകരം ചലിക്കപ്പെട്ടാൽ പുറത്തു പോകേണ്ടത് പുറത്തു പോയാൽ അകത്തു വരേണ്ടത് അകത്തു വരും. വിശ്വസിക്കുന്നവരെ രണ്ട് കരവും ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. അബ്രഹാമേ, നിൻ്റെ കുടുംബത്തിനകത്തെ പ്രശ്നം മാറണമെങ്കിൽ ഹാഗാറിനെയും മകനെയും പുറത്താക്കണം. എത്ര മനസ്സിലാകുന്നില്ല? അബ്രഹാമേ, നിൻ്റെ കുടുംബത്തിനകത്തെ കുടുംബ പ്രശ്നം മാറണമെങ്കിൽ ഹാഗാറിനെയും ഇസ്മായേലിനെയും പുറത്താക്കണം. ആമേൻ. യായുറോസേ, നിൻ്റെ മരിച്ച ബാലക പുറത്തു വരണമെങ്കിൽ കുഴലൂരുന്ന ആരവക്കാരെയും കരയുന്നവരെയും പുറത്താക്കണം. എത്ര പേർ ആമേൻ? ആമേൻ. മഗ്ദലന മറിയമേ, നീ സുബോധമുള്ളവളായി മാറണമെങ്കിൽ നിന്റെ അകത്തുള്ള ഭൂതം പുറത്തു പോകണം. മനസ്സിലാകുന്നവരൊക്കെ കരം ചലിപ്പിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. ഹല്ലേലൂയ. അർത്ഥാമാന ധൂമക രഗൽമന ശതുരാമനാദിയ. അബ്രഹാമിൻ്റെ വീട്ടിലെ കുടുംബ പ്രശ്നം പരിഹരിക്കപ്പെടാൻ ഒരു ഹാഗാറിനെ ഇസ്മായേലിനെയോ തമ്പുരാൻ പറഞ്ഞു. ആമേൻ, ബാമേൻ, ഇസ്മായേലിനെയും ഹാഗാറിനെയും പുറത്താക്കുക. ആമേൻ. യായിറോസിൻ്റെ ബാല എഴുന്നേറ്റു വരുവാൻ യേശു ആ വീട്ടിനകത്ത് ചെന്നു. ആരവാരം നടത്തുന്നവരെയും കരയുന്നവരെ അവൻ പുറത്താക്കി. എന്നിട്ട് പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ അകത്തു കൊണ്ടുവന്നു. ആമേൻ.
ആമേൻ. എത്ര പേരൊരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ട്? ഞാനൊരു യാഥാർത്ഥ്യം പറയാൻ പോകുകയാ. ഞാൻ ആ യായിറോസിൻ്റെ ചരിത്രം വായിച്ചു പഠിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. വേറെ ആരെയും അകത്തു കൊണ്ടുവരാതെ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം കർത്താവ് അകത്തു കൊണ്ടുവരികയോ, ബാലയുടെ കൈക്ക് പിടിച്ചു ബാലേ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് മരണത്തിൽ നിന്ന് അവളെ ജീവനിലേക്ക് പൊക്കിയെടുക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യം പറയാം. 12 ശിഷ്യന്മാരിൽ 3 പേരെ മാത്രം അകത്തു കൊണ്ടുവന്ന് ആ ശുശ്രൂഷ ചെയ്യാൻ തമ്പുരാൻ തയ്യാറായതിൻ്റെ പിന്നിൽ 3 അതിപ്രധാന ഭാഗങ്ങളുണ്ട്. ഒന്ന്, പത്രോസ് പ്രത്യാശയുടെ അപ്പോസ്തോലനാണെങ്കിൽ യാക്കോബ് പ്രാർത്ഥനയുടെ അപ്പോസ്തോലനാണ്, യോഹന്നാൻ സ്നേഹത്തിൻ്റെ അപ്പോസ്തോലനാണ്. ഒന്നുകൂടെ പറഞ്ഞ, സ്നേഹവും പ്രത്യാശയും പ്രാർത്ഥനയും ഒരുമിച്ചാൽ അവിടെ ചത്ത് കിടക്കുന്നവൻ ജീവിക്കപ്പെടും. തിരിച്ചറിയുന്നവർ കരമൊന്ന് ഉയർത്തി ഹല്ലേലൂയ പറയണം. ഒന്നുകൂടെ ഞാൻ പറയാം, പ്രാർത്ഥനയും പ്രത്യാശയും സ്നേഹവും എവിടെ ഒരുമിക്കപ്പെടുമോ അവിടെ ചലനമറ്റ് കിടക്കുന്ന തലമുറകൾ ജീവിച്ചു പുറത്തു വരൂ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുക. അർത്ഥമനയ ശൈധാരകൽമന ധൂമകാരകന ശതുരമനാദിയ വേദാരകൽമന ശൈധാരകൽമന അർത്ഥാരകന ജഗൽമാനക. ഹല്ലേലൂയ. ഞാൻ ഈ വിഷയത്തിൻ്റെ അതിപ്രധാന ഭാഗത്തേക്കൊന്ന് കയറുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ആലയ പ്രവേശനം എന്ന വിഷയം ഇന്നു രാത്രി നാം ഒരുമിച്ച് സംസാരിക്കുമ്പോൾ കർത്താവിൻ്റെ അതിപ്രധാനമായ 3 ആലയ പ്രവേശനങ്ങൾ ബൈബിളിൽ വ്യക്തമാണ്. 3 കാര്യങ്ങൾ ആലയത്തിനകത്ത് സ്ഥാപിക്കാൻ കർത്താവ് 3 തവണ ആലയത്തിൽ കയറിയിട്ടുണ്ട്. ഒന്ന്, തൻ്റെ 12ാമത്തെ വയസ്സിൽ അപ്പനോടും അമ്മയോടും കൂടെ, വളർത്തപ്പനോടും ആമേൻ മറിയത്തോടും കൂടെ പെരുന്നാളിന് അവൻ ആലയത്തിൽ പോയി. എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. നിങ്ങൾ എന്നെ മറന്നാലും ഈ ദൂത് മറക്കരുത്. ഒരല്പം വിശാലപ്പെട്ടൊരു ദൂതാണ്. ആമേൻ പഠിക്കാൻ എളുപ്പമാണ്, പഠിച്ചാൽ വിടുതലാണ്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിൻ്റെ 3 ആലയ പ്രവേശനം. ഒന്ന്, 12ാമത്തെ വയസ്സിൽ തൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കൈപിടിച്ച്, വളർത്തപ്പൻ്റെയും അമ്മയുടെയും കൈപിടിച്ച് അവൻ ആലയത്തിൽ പെരുന്നാളിന് പോകുന്നു. പെരുന്നാൾ കഴിഞ്ഞ് മറിയയും യോസേപ്പും മടങ്ങിപ്പോരുന്നു. യേശു ആലയത്തിനകത്ത് തങ്ങുന്നു. സ്തോത്രം. ഒരു ദിവസത്തെ വഴി നടന്നു കഴിഞ്ഞപ്പോൾ മറിയയ്ക്കൊരു കാര്യം മനസ്സിലായി, യേശു കൂടെയില്ല. ശ്രദ്ധിക്കുക, ഒരു ദിവസത്തെ വഴി നടന്നു കഴിഞ്ഞപ്പോൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലായി, യേശു കൂടെയില്ല. ഞാനൊരു കാര്യം പറയാം, ഒരു ദിവസം യേശു ഇല്ലാതെ നടന്നത് മനസ്സിലാക്കിയ മറിയ യേശുവിന് വേണ്ടി തിരിച്ചു നടക്കാൻ തയ്യാറായി. 30 വർഷം, 40 വർഷം, 50 വർഷം, 20 വർഷം രക്ഷിക്കപ്പെട്ട് കൈയടിച്ച് ആരാധിച്ചിട്ടോ കൂടെ യേശു ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവർ ഇന്ന് സഭകളിൽ വർദ്ധിച്ചു വരികയാണ്. ആമേൻ. അന്യഭാഷയുണ്ട് പലർക്കും, യേശു കൂടെയില്ല. കൈയടിക്കുന്നതല്ല യേശു കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ്. ആമേൻ പറയാമോ? അന്യഭാഷ പറയുന്നതല്ല യേശു കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ്. ഇന്ന് രാത്രി ഒരു ദൂത് പറയാം. ഈ ദൂതിൻ്റെ അതിപ്രധാന ഭാഗത്ത് നിന്നൊരു കാര്യം പറയുന്നു. എവിടെയെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു പ്രാപിക്കാൻ ആമേൻ മടങ്ങി വരുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ 2015 2014 നിന്നെ ജയത്തിലേക്ക് നടത്തും. ഈ ദൈവം ശക്തനാണ്. ഒരു ദിവസത്തെ വഴി നടന്നു കഴിഞ്ഞപ്പോൾ മറിയയ്ക്ക് മനസ്സിലായി യേശു കൂടെയില്ല. ഞാൻ മറിയോടൊരു ചോദ്യം ചോദിക്കും, മറിയേ, യേശു കൂടെ ഇല്ലാത്തൊരു യാത്ര നിനക്ക് ഇഷ്ടമാണോ? അവൾ പറയും, യേശു കൂടെ ഇല്ലാത്തൊരു യാത്രയ്ക്ക് ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഒറ്റ ദിവസം യേശു കൂടെ ഇല്ലെന്ന് ബോധ്യപ്പെട്ടവൾ തിരിച്ചു നടക്കാൻ തയ്യാറായി. ഇന്നു രാത്രി ഒരു ചോദ്യം ചോദിക്കട്ടെ, യേശുവില്ലാത്തൊരു യാത്ര എനിക്ക് വേണ്ട, യേശുവില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട, യേശുവില്ലാത്തൊരു നന്മ എനിക്ക് വേണ്ട, യേശു ഇല്ലാത്തൊരു ശുശ്രൂഷ എനിക്ക് വേണ്ട. ആ തീരുമാനമുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഉത്തമഗീതം ഉത്തമന്മാരുടെ പുസ്തകമാണ്. അധമൻ ഇത് വായിച്ചാൽ പാതാളത്തോളം താണുപോകും. പക്ഷേ ഉത്തമഗീതം ഉത്തമന്മാർ വായിച്ചാൽ സ്വർഗത്തോളം ഉയർത്തപ്പെടും. ഉത്തമഗീതത്തിനകത്ത് ശൂനേൻ കാര്യത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, അവൻ്റെ പിന്നാലെ എന്നെ വലിക്കാം.
എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? ആമേൻ. ആമേൻ. അവൻ്റെ പിന്നാലെ എന്നെ വലിക്ക, എൻ്റെ ആഗ്രഹം അവനോടാകുന്നു, അവൻ്റെ ആഗ്രഹം എന്നോടാകുന്നു. ശൂന്യംകാരത്തിൽ വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട്, അവൻ ദ്വാരത്തിലൂടെ കൈനീട്ടി എന്നെ പിടിച്ചു. സ്തോത്രം. ആമേൻ. 10,000 പേരെക്കാൾ സുന്ദരനാണ് എൻ്റെ പ്രിയനെന്ന് പറയാൻ ശൂന്യംകാരത്തിൽ ധൈര്യപ്പെടുമ്പോൾ ഇന്നു രാത്രി കൃപ പ്രാപിച്ച ദൈവ പൈതലേ, ആമേൻ, കർത്താവിന്റെ സാന്നിധ്യമില്ലാത്തൊരു ജീവിതം ഇഷ്ടപ്പെടുന്നില്ലെന്ന് ധൈര്യത്തോടെ തിരുമുമ്പിൽ കൈ ഉയർത്തി സമ്മതിക്കാൻ കഴിയുന്ന, ഞാനൊരു യാഥാർത്ഥ്യം പറയാൻ പോകുക. പണത്തിനൊരു പരിധിയുണ്ട്, ബന്ധങ്ങൾക്കൊരു പരിധിയുണ്ട്, ആമേൻ സാമേൻ, ആളുകളുടെ സഹകരണങ്ങൾക്കൊരു പരിധിയുണ്ട്. എന്നാൽ ആർക്കും കടന്നു വരാൻ കഴിയാത്ത ഓപ്പറേഷൻ തിയേറ്ററിൽ, ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത ഇടങ്ങളിൽ നീ ഒറ്റപ്പെടുമ്പോൾ നിന്നെ വിടുവിക്കാൻ കഴിയുന്നവനാണ് ദൈവമെങ്കിൽ, ഇന്നു രാത്രി നീ ധൈര്യത്തോടെ പറയണം, എൻ്റെ അപ്പനേക്കാൾ, എൻ്റെ അമ്മയേക്കാൾ, എൻ്റെ സ്വന്തം ബന്ധങ്ങളെക്കാൾ ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നെന്ന് പറയാൻ. ഹല്ലേലൂയ. കൃപ പ്രാപിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മറിയ തിരിച്ചു നടന്നു. എനിക്കറിയില്ല, കർത്താവിൻ്റെ ദാസൻ ഇന്ന് പകലത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ വാക്കുകൾ പ്രസംഗത്തിനൊരു ബലമായി ഞാൻ കണ്ടു. കാരണം ഈ പ്രാർത്ഥനയിൽ തുടങ്ങിയത് മുതൽ ഒരു മടങ്ങിവരവിൻ്റെ സന്ദേശമാണെന്ന് വെളിപ്പെട്ടതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. വേറൊന്ന് പ്രസംഗിക്കാൻ ഇല്ലാഞ്ഞതുകൊണ്ടല്ല ഇന്നു രാത്രി ഞാൻ ഈ ദൂതുമായി നിൽക്കുന്നത്. എന്തോ ഈ ദിവസങ്ങളിൽ ഈ സഭയോട് പറയാൻ ദൈവാത്മാവ് എന്നെ നിയോഗിച്ച 2 പ്രധാന ദൂതുകളാണ് കഴിഞ്ഞ പകലിലും ഇന്ന് രാത്രിയിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കേൾക്കുക. യേശു കൂടെ ഇല്ലെന്നറിഞ്ഞ മറിയ തിരിച്ചു നടക്കാൻ തയ്യാറായി. ഒരു ദിവസം നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യം തിരിച്ചു പിടിക്കാൻ 3 ദിവസം പിടിച്ചു. മനസ്സിലാകുന്നില്ല. ഒരു ദിവസം നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യം തിരിച്ചു കൊണ്ടുവരാൻ അവൾ 3 ദിവസം തിരിച്ചു നടക്കേണ്ടി വന്നു. എത്ര പേര് ആമേൻ പറയും? ഞാൻ മറിയോടൊരു ചോദ്യം ചോദിക്കുന്നു. മറിയേ, നീ പെരുന്നാളിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ യേശുവിനെ മറക്കാൻ കാര്യം? അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, യേശു സ്വന്തക്കാരുടെ കൂടെ കാണും, ബന്ധുക്കളുടെ കൂടെ കാണും. ആമേൻ. ആരുടെയെങ്കിലും കൂടെ യേശു ഉള്ളത് കൊണ്ട് മറിയേ നിനക്കെന്താ ഗുണം? ഇന്ന് രാത്രി ധൈര്യത്തോടെ പറയണം, അപ്പൻ രക്ഷിക്കപ്പെട്ടാലും അമ്മ രക്ഷിക്കപ്പെട്ടാലും എനിക്ക് ദൈവവുമായ ഒരു വ്യക്തിബന്ധമില്ലെങ്കിൽ എൻ്റെ ജീവിതം വെറുതെയാണെന്ന് പറയാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഈ രാത്രി ഞാൻ ധൈര്യത്തോടെ പറയുക, നിന്റെ അപ്പൻ കൈയടിച്ചത് കൊണ്ട്, നിന്റെ അമ്മ ആരാധിക്കുന്നത് കൊണ്ട്, ആമേൻ, നിനക്ക് ദൈവവുമായ ഒരു ബന്ധമില്ലെങ്കിൽ നിന്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇന്നു രാത്രി വ്യക്തിപരമായി ദൈവവുമായി ബന്ധമുള്ളവർ ആ 2 കരവും ഉയർത്തി സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ആമേൻ. ദാവീദ് പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ദൈവത്തെ എൻ്റെ ശരണമാക്കിയിരിക്കുന്നു. ആമേൻ. അതുകൊണ്ട് പക്ഷികളെ, നിങ്ങൾ നിങ്ങളുടെ പർവ്വതങ്ങളിലേക്ക് പറന്നു പോകുവീൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എന്ത്? ദൈവവുമായ ഒരു വ്യക്തിബന്ധം സ്ഥാപിച്ച കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ ധൈര്യത്തോടെ പറയും, നിങ്ങളുടെ കരം പിടിച്ചു നടത്തുന്നത് നിങ്ങളുടെ പപ്പായല്ല, നിങ്ങളുടെ കരം പിടിച്ചു നടത്തുന്നത് നിങ്ങളുടെ മമ്മിയല്ല. ആമേൻ. അനാദിയായും ശാശ്വതവാനായോ അത്യുന്നതനായ ദൈവമാണ് നിങ്ങളുടെ കരം പിടിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ അപ്പനെത്താൻ കഴിയാത്തടത്ത്, നിങ്ങളുടെ അമ്മയ്ക്കെത്താൻ കഴിയാത്തടത്ത് നിങ്ങളെ എത്തിക്കാൻ കഴിയുന്ന ഒരു നല്ല ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. തിരിച്ചറിവ് പ്രാപിച്ച ദൈവമക്കൾ ആ 2 കരവും തട്ടി ഇന്നു രാത്രി സ്തോത്രം ചെയ്യണം. ഒരിക്കൽ ഒരു സഞ്ചാരി ഒരു കടൽ തീരത്ത് സഞ്ചരിക്കുന്നു. താൻ കടലിൻ്റെ ഭംഗിയൊക്കെ കണ്ട് സഞ്ചരിക്കുകയാണ്. സഞ്ചരിക്കുമ്പോൾ നല്ല ഒരു കൊച്ചു കുഞ്ഞ് അഥവാ ഒരു ബാലകൻ ആ കടലിൻ്റെ ആ മണൽപ്പറ്റിൽ, ആ മണൽപ്പുറത്ത് വളരെ സന്തോഷത്തോടെ കിടന്ന് ചാടുന്നു. സഞ്ചാരി ആകമാനം ഇവനെ ഒന്ന് പരിശോധിച്ചു നോക്കി, ഇവനെ ഒന്ന് ശ്രദ്ധിച്ചു. ഇവൻ്റെ ചാട്ടവും തുള്ളലും ഒക്കെ കണ്ടപ്പോൾ സഞ്ചാരിക്കൊരു സന്തോഷം. സഞ്ചാരി അടുത്ത് എന്നിട്ട് അവനോട് ചോദിച്ചു, മോനെ, നിനക്ക് ഈ കടൽപ്പുറത്ത് തുള്ളിച്ചാ
പാടാൻ എന്താ കാര്യം? കാരണം കടല് ശക്തമായി പ്രക്ഷുബ്ധമായിരിക്കുന്നു. തിരമാലകൾ വളരെ ഗൗരവത്തോടെ കരയിലേക്ക് കയറി വരുന്നു. 2, നട്ടുച്ചയ്ക്ക് താമേൻ വളരെ ശക്തമായി മണൽ പൊള്ളുന്ന രീതിയിൽ സൂര്യൻ്റെ ശക്തിയേറിയ കിരണങ്ങൾ നിന്റെ ശരീരത്തിലേക്ക് വന്നു പതിക്കുന്നു. ശക്തമായ ചൂടിൻ്റെ നടുവിലാണ് നീ ആയിരിക്കുന്നത്. 1, കടല് ശക്തമായി നിനക്കെതിരെ അതേ തിരമാലകൾ ഉതിർത്തുവിടുന്നു. 2, നട്ടുച്ചയ്ക്ക് സൂര്യൻ്റെ ചൂടേറ്റ് മണൽപ്പറ്റ് അതേ മണൽ ചുട്ടുപഴുത്തു കിടക്കുന്നു. ഇങ്ങനെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ നിനക്കെങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും സന്തോഷിക്കാൻ കഴിയുന്നത്? ഉടനെ ഈ കൊച്ചു ബാലകൻ ആ സഞ്ചാരിയുടെ മുഖത്ത് നോക്കി ഊറി ഒന്ന് ചിരിച്ചിട്ട് കൊച്ചു ബാലകൻ ആ സഞ്ചാരിയോട് പറഞ്ഞു, ഞാൻ പട്ടം പറപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഉടനെ സഞ്ചാരി ഇവനോട് ചോദിച്ചു, എന്തിയാ നിന്റെ പട്ടം ഞാൻ കാണുന്നില്ലല്ലോ. സഞ്ചാരി മുകളിലോട്ട് നോക്കുമ്പോൾ ഇവൻ്റെ പട്ടം അവിടെ എങ്ങും കാണുന്നില്ല. അവൻ ചോദിച്ചു, നിന്റെ പട്ടം എവിടെ? ഉടനെ ഈ കൊച്ചു ബാലകൻ തിരിച്ചു പറഞ്ഞു, പട്ടകൽ അനങ്ങുന്നുണ്ട്. സ്തോത്രം. ചരടൻ്റെ കയ്യേൽ അനങ്ങുന്നത് കൊണ്ട് അനന്തവികായസിൽ എവിടെയോ എൻ്റെ പട്ടം പറക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എത്ര പേർക്ക് ഈ കാര്യത്തിൻ്റെ അർത്ഥം ഗ്രഹിച്ചെന്ന് എനിക്കറിയില്ല. ആമേൻ. അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടെന്ന് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റത്തില്ലെങ്കിലും അവൻ നൽകിയ ആത്മാവിൻ്റെ ചലനങ്ങൾ ഹൃദയത്തിനകത്ത് വ്യാപരിക്കപ്പെടുമ്പോൾ ഇന്നു രാത്രി എനിക്കും ധൈര്യത്തോടെ പറയാൻ കഴിയോ, അനന്തവികായസിൻ്റെ ഏതോ ഭാഗത്ത് ആ കൊച്ചു ബാലകന്റെ പട്ടം ചലിക്കുന്നതിൻ്റെ ചലനം അവൻ്റെ കയ്യിലെ ചരടയിലുണ്ടെങ്കിൽ ഇന്നു രാത്രി എനിക്ക് വേണ്ടി സദാ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം ഞാൻ എൻ്റെ അന്തരാത്മാവിൽ തിരിച്ചറിയുകയാ. ഈ ദൂതിന്റെ ശക്തി പ്രാപിച്ച ദൈവമക്കൾ ഇന്നു രാത്രി കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാണ്. എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു രക്ഷകനുണ്ട്, എനിക്കൊരു സങ്കേതമുണ്ട്, എനിക്കൊരു ബലമുണ്ട്, എനിക്കൊരു കോട്ടയുണ്ട്. എൻ്റെ ദൈവം എൻ്റെ സങ്കേതമാണ്, എൻ്റെ ദൈവം എൻ്റെ കോട്ടയാണ്, എൻ്റെ ദൈവം എൻ്റെ ആശ്രയമാണ്, എൻ്റെ ദൈവം എൻ്റെ ശൈലമാണ്. ഇത് പറയാൻ ധൈര്യമുള്ളവർ അതരങ്ങളെ തുറന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്യട്ടെ. ഈ 2015 ദൈവ സാന്നിധ്യമില്ലാതെ മൂവ് ചെയ്യരുത്. ഈ 2015 ദൈവകൃപയില്ലാതെ മൂവ് ചെയ്യരുത്. ഈ 2015 കർത്താവിന്റെ നടത്തിപ്പില്ലാതെ മൂവ് ചെയ്യരുത്. ഇന്നു രാത്രിയിൽ എത്ര പേർ മറിയ തിരിച്ചു നടന്നതുപോലെ അവൻ ദൈവ സാന്നിധ്യം ഏറ്റെടുക്കാൻ ഒരു മടങ്ങി നടപ്പ്, ഒരു മടങ്ങി വരവ് ആരുടെ ഹൃദയത്തിലുണ്ട് ഉണ്ടാകുമോ? ഈ രാത്രിയിൽ അവരെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കാൻ കഴിയുന്നവന്റെ കരം ഈ രാത്രിയിൽ ഇവിടെ ചലിക്കപ്പെടുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരം തട്ടി കർത്താവിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. 3 അതിപ്രധാന കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായി പങ്കിടണം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുക. മറിയ തിരിച്ചു നടന്നു. ഒരു ആമേൻ പറഞ്ഞേ. പറ, തിരിച്ചു നടക്കണമെന്ന് പറ. സാന്നിധ്യം നഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ മുന്നോട്ട് മൂവ് ചെയ്യരുത്. എവിടെ സാന്നിധ്യം പോയോ അവിടേക്ക് നീ മടങ്ങണം. എവിടെ വെച്ച് ദൈവ സാന്നിധ്യം നിനക്ക് നഷ്ടപ്പെട്ടോ അവിടേക്ക് നീ തിരിച്ചു നടക്കണം. എത്ര പേർ ആമേൻ പറയും? മറിയയുടെ ആ തിരിച്ചു നടപ്പിൻ്റെ പേരാണ് മാനസാന്തരം. ഹല്ലേലൂയ, ആമേൻ. ഞാൻ ഒരിക്കൽ ഒരു കൂട്ടായ്മയിൽ ദൈവസഭയുടെ ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻസായ അടിസ്ഥാന ഉപദേശങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി കൂട്ടായ്മ എന്ന വിഷയത്തെ കയറി ഒന്ന് തൊട്ടു. കൂട്ടായ്മ പ്രസംഗിച്ച് ഒരു 2-3 ആഴ്ച പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴേ ചിലരുടെ മുഖത്തൊക്കെ ഒരു വല്ലായ്മ എനിക്ക് മനസ്സിലായി. സ്തോത്രം. കൂട്ടായ്മ പ്രസംഗിച്ചപ്പോഴേ എല്ലാത്തിനും കൂട്ടായ്മ കാണിക്കണം, കൂട്ടായ്മയുടെ വലങ്കരം തരണം, കൂട്ടായ്മയായി ശക്തമായ ഒരു ഫെലോഷിപ്പിലേക്ക് ജനം വരണം. ഇതെല്ലാം പ്രസംഗിച്ചപ്പോൾ ചിലരുടെ മുഖത്തൊരു വല്ലായ്മ കണ്ടു. അന്ന് ഞാൻ ആ പ്രസംഗം നിർത്തി. എന്നിട്ട് എനിക്കറിയാം കൂട്ടായ്മ കഴിഞ്ഞിട്ട് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുന്ന മാനസാന്തരം എന്ന വിഷയമാണ്. കൂട്ടായ്മ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇനി മാനസാന്തരം പ്രസംഗിച്ചാൽ ഒരു നല്ല ഗ്ലോറി പറയണം. സ്തോത്രം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മാനസാന്തരമില്ലാതെ ഒരുവനും നിത്യതയ്ക്ക് പോകാൻ കഴിയത്തില്ല.
മനസ്സിലാകുന്നവരെ രണ്ട് കരവും ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ആമേൻ. ഓടിയതോ അധ്വാനിച്ചതോ വെറുതെയാകരുത്. ഇന്ന് രാത്രി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒന്ന് ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരാൻ കൊതിക്കുന്ന ഹൃദയമുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? ആമേൻ. മറിയ തിരിച്ചു നടന്നു. അവൾ ഒരു ദിവസത്തെ സാന്നിധ്യത്തിന് നഷ്ടം തിരിച്ചു പിടിക്കാൻ അവൾക്ക് 3 ദിവസം വേണ്ടി വന്നു. 3 നാൾ കഴിഞ്ഞിട്ട് അവൾ യെരുശലേം ദേവാലയത്തിന്റെ അങ്കണത്തിൽ ചെല്ലുമ്പോൾ യേശു അവിടെ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നടുവിലിരിക്കുന്നത് കണ്ടു. ഒരു യാഥാർത്ഥ്യം പറയാം, മറിയയ്ക്ക് ഒരു ദിവസം നഷ്ടപ്പെട്ടപ്പോൾ 3 ദിവസം അവളുടെ നഷ്ടപ്പെട്ടു. ഒരു പിന്മാറ്റം ഒരു വലിയ ദുരന്തമാണ് വരുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. നവോമിയുടെ ചരിത്രമുള്ള രൂത്തിന്റെ പുസ്തകം എടുത്തു പഠിക്കുമ്പോൾ ദൈവദാസന്മാരായ സകല ആളുകളും പറയാറുണ്ട്, ആമേൻ, ബേത്ലഹേമിൽ നിന്നും മോവാബിലേക്ക് പോയ ഒരു കുടുംബത്തിന്റെ ചരിത്രമാണ് രൂത്തിന്റെ പുസ്തകം. ഞാൻ ചോദിക്കട്ടെ, അപ്പത്തിന്റെ വീടായ ബേത്ലഹേമിൽ നിന്ന് ശാപത്തിന്റെ നാടായ മോവാബിലേക്ക് ത്തിനു വേണ്ടി പോയതാണ് നവോമി എങ്കിൽ അവൾക്ക് നഷ്ടപ്പെട്ടത് തൻ്റെ വീട്ടിലെ 3 ആണുങ്ങളെയാണ്. ഒരു ആമേൻ പറയാമോ? ഞാൻ ചരിത്രം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ബേത്ലഹേമും മോവാബും തമ്മിൽ ഏകദേശം 50 മൈലിൻ്റെ അകലമേ ഉള്ളൂ. 50 മൈലിൻ്റെ അകലത്തിലേക്ക് ഒന്ന് ഇറങ്ങിപ്പോയപ്പോൾ അവൾക്ക് നഷ്ടപ്പെട്ടത് 3 ആണുങ്ങളെയാണെങ്കിൽ അമ്മേ, പിന്മാറ്റം നിസാരമായി തോന്നാം, എന്നാൽ അതിൻ്റെ പ്രതിഫലനം സാരമായതായിരിക്കുമെന്ന് ഇന്ന് രാത്രി ഗൗരവത്തോടെ ഈ ദൂത് പറഞ്ഞാൽ എവിടെയെങ്കിലും മടങ്ങി വരാനുണ്ടെങ്കിൽ ഈ രാത്രി ആത്മാവ് വീണ്ടും വിളിച്ചു പറഞ്ഞു, മടങ്ങി വരിക. കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. ചില ആളുകളുടെ മുഖം കണ്ടിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, എങ്ങും മടങ്ങി വരാനില്ല, ഞങ്ങളെങ്ങും മടങ്ങി വന്നിരിക്കുന്നു. സ്തോത്രം. ഏതായാലും നിങ്ങളുടെ മുഖത്തിൻ്റെ ഭാവം വായിക്കാനുള്ള കൃപ ദൈവം എനിക്ക് തന്നിട്ടുള്ളത് കൊണ്ട്. എന്നാൽ ചിലരുടെ ഉള്ളിലെങ്കിലും ഈ ദൂത് ശക്തമായി വ്യാപരിക്കുമെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. നീ മടങ്ങി വരാൻ തയ്യാറായാൽ ഇന്നു രാത്രി ആരോടൊക്കെയോ ദൂത് പറയുന്നു. ആമേൻ. നവോമി മടങ്ങി വരാൻ തയ്യാറായപ്പോൾ ഇറങ്ങിപ്പോയത് അപ്പമില്ലാത്ത നാട്ടിൽ നിന്നാണെങ്കിൽ മടങ്ങി വന്നത് കൊയ്ത്തിന്റെ നാട്ടിലേക്കാണ്. എന്തുകൊണ്ട് ഈ 1-ാം മാസത്തിൽ അവൻ ഈ ദൂത് കേൾപ്പിക്കുന്നു? ഈ തുടർന്നുള്ള മാസങ്ങളിൽ കൊയ്ത്തിന്റെ നാളുകൾ നിന്റെ കുടുംബത്തിനകത്ത് തരേണ്ടതിന് ദൈവം ചില മടങ്ങി വരവിന്റെ അനുഭവങ്ങൾ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ രാത്രി ആരോടോ ദൈവാത്മാ പറയുന്നു, ഒരു വലിയ കൊയ്ത്തു നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോകുകയാ. കൊയ്ത്തിന്റെ ഒരു അനുഭവം ദൈവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് താമെ കാലെടുത്തു വയ്ക്കാൻ ഒരു മടങ്ങി വരവിന് കൊതിക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. മറിയ തിരിച്ചു നടന്നു. ഒരു ദൂത് ഞാൻ പറയാം. പത്രോസ് അപ്പോസ്തലൻ എല്ലാറ്റിനും മുമ്പനാണ്. എടുത്ത് കടലിൽ ചാടാനും എടുത്ത് ചാടി കാര്യം പറയാനും, പ്രൈസ് ദി ലോർഡ്, യേശുവിനെ എടുത്ത് ചാടി തള്ളി പറയാനും പത്രോസ് തയ്യാറാണ്. എനിക്ക് ആ മനുഷ്യനെ വളരെ ഇഷ്ടമാണ്. കാരണം ഒന്നുമല്ലെങ്കിൽ എടുത്തു ചാടുമല്ലോ. പ്രൈസ് ദി ലോർഡ്. നീ ആകുന്നുവോ കർത്താവേ? ഞാനാകുന്നു പത്രോസ് എന്ന് കടലിൽ നടക്കുന്ന കർത്താവ് പത്രോസിനോട് പറയുമ്പോൾ പത്രോസിൻ്റെ വാക്ക്, നീ ആണെങ്കിൽ ഞാനും കൂടെ ആ കടലിലേക്കൊന്ന് വരാൻ പറയുക. ഒരു ആമേൻ പറ. സ്തോത്രം. 11 പേരും കമ്മിറ്റി കൂടി ബോട്ടിനകത്തിരിക്കുമ്പോൾ, ആമേൻ, 11 പേരുടെ വാക്കുകൾ ശ്രദ്ധിക്കാതെ കടലിന്മേൽ നടന്നു വരുന്ന യേശുവിൻ്റെ വാക്ക് കേട്ട് ആഴമുള്ള കടലിൻ്റെ അകത്തേക്ക് കാലെടുത്തു വെക്കാൻ ധൈര്യം കാണിച്ചൊരു പത്രോസിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കില്ല, മാമേ കാറ്റ് കാണുന്നവൻ വിതയ്ക്കില്ല, മഴയെ നോക്കുന്നവൻ കൊയ്യത്തില്ല. സാഹചര്യങ്ങളുടെ അനുകൂലതയും പ്രതികൂലതയും വകവെക്കാതെ ആരൊക്കെ കാലെടുത്ത് ചവിട്ടിയിട്ടുണ്ടോ അവർക്ക് വേണ്ടി ഇന്നും കരം നീട്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ആരോടോ പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു, സാഹചര്യങ്ങളെ നോക്കി നീ പകച്ചു നിൽക്കരുത്. സാഹചര്യങ്ങൾ എന്തുമാകട്ടെ,
എന്തുമാകട്ടെ, പ്രതിസന്ധികൾ എന്തുമാകട്ടെ, ദൈവം നിന്റെ ഹൃദയത്തിൽ നൽകിയ നിയോഗത്തിനൊത്തവണ്ണം നീ ചുവടെടുത്തു വയ്ക്കാൻ തയ്യാറായ കടലിനെ നിന്റെ കാൽ കീഴിലും ആമേൻ ഉറപ്പിച്ചു തരാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. പലരെയും മുക്കിയ കടല് പത്രോസിന്റെ കാലിന്റെ കീഴിൽ ആമേൻ ഉറച്ചു പോയെങ്കിൽ ഇന്നു രാത്രിയിലും കൃപ പ്രാപിച്ച ദൈവപൈതലേ, നീ സാഹചര്യങ്ങളെ നോക്കാതെ ഇറങ്ങാൻ, സാഹചര്യങ്ങളെ നോക്കാതെ ചാടി ഇറങ്ങാൻ നീ തയ്യാറായ നിന്നിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ, നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ ഈ ദൈവം ശക്തനാണ്. ആ രണ്ട് കരവും ഉയർത്തി ഹല്ലേലൂയ പറയുക. സ്തോത്രം. ദൂതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ വായികളെ തുറന്ന് ശബ്ദമുയർത്തി ആമേൻ പറയണം. ആമേൻ. പത്രോസ് കാലെടുത്ത് കടലിലേക്ക് വെക്കുമ്പോൾ കടൽ അവൻ്റെ കാൽ കീഴിൽ ഉറച്ചു. ഒരു ആമേൻ പറയാമോ? എന്തോ ഇന്ന് രാത്രി ആരോടോ ദൈവാത്മാവ് ഇടപെടുന്നത് എനിക്കറിയാം. നിന്റെ മനസ്സിൽ പല പ്ലാനുകളുണ്ട്, നിന്റെ മനസ്സിൽ പല താല്പര്യങ്ങളുണ്ട്. പക്ഷെ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ട് കാലെടുത്ത് ചവിട്ടാൻ നിനക്ക് കഴിയുന്നില്ല. എന്നാൽ ഇന്നു രാത്രി ദൈവാത്മാവ് നിന്നോട് പറയുന്നു, നീ ഉറപ്പോടെ കാലെടുത്ത് വെച്ചു നോക്ക്. ആമേൻ. അവിടെ ദൈവം നിനക്ക് കാലുറപ്പിക്കാനുള്ള ഫീൽഡ് ദൈവം ഒരുക്കി തരും. അവിടെ നീ താണാൽ നിന്നെ കരം പിടിച്ചുയർത്താൻ ഒരു ദൈവം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് എടുത്തിയാടുന്ന പത്രോസ് എല്ലാറ്റിനും താൻ എടുത്തിയാടും. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ പത്രോസിനെ നിങ്ങൾ കാണുക. പത്രോസ് ഒരു വിളി വിളിച്ചു, ഞാൻ വല വീശാൻ പോകുന്നു, മീൻ പിടിക്കാൻ പോകുന്നു, നിങ്ങളും വരുന്നോ? ആമേൻ. പത്രോസിൻ്റെ ആഹ്വാനത്തിൽ ചിലർ കൂടെ പോയി. ഒരു ആമേൻ പറയണം. സഭയിൽ നിന്ന് ഒരുവൻ പോയാൽ 4 പേര് പോവും. ഈ ഒരു നല്ല ഗ്ലോറി പറ. മിണ്ടുന്നില്ല. കുഴപ്പം പിടിച്ച ഒരുത്തൻ പോയാൽ കുഴപ്പം പിടിച്ച മിണ്ടാതിരിക്കുന്ന ഇരിപ്പ് കണ്ടോ? പ്രൈസ്. പക്ഷെ സഭയിൽ കൃപ പ്രാപിച്ച ഒരുത്തൻ കയറിയാൽ 10 എണ്ണം കയറി വരുവര. യോധന നല്ല ഗ്ലോറി പറയുന്നേ. പ്രൈസ് ദി ലോർഡ്. പത്രോസ് മീൻ പിടിക്കാൻ പോയപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ പോകുന്നു, നിങ്ങളും വരുന്നോ? പത്രോസിന്റെ വാക്ക് കേട്ട് ചിലരും പോയി. ഇന്ന് രാത്രി ഒരു ദൂത് പറയാ, ഏതെങ്കിലും പത്രോച്ചന്റെ വാക്ക് കേട്ട് നീ കൃപ വിട്ടു പോകാൻ തുടങ്ങുന്നെങ്കിൽ അത് നിന്നെ കൊണ്ടെത്തിക്കുന്ന നഷ്ടത്തിന്റെ വലയ്ക്കകത്തായിരിക്കും. ഓ, മനസ്സിലായില്ല. ഏതെങ്കിലും പത്രോച്ചന്റെ വാക്ക് കേട്ട് കൃപ വിട്ട് ചലിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നിന്നെ എത്തിക്കുന്നത് നഷ്ടത്തിന്റെ കണക്കിന്, നഷ്ടത്തിന്റെ പടകിനകത്തായിരിക്കും. പത്രോസ് എടുത്തിയാടി മീൻ പിടിക്കാൻ പോയി. പക്ഷെ നമുക്കറിയാം, അവൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ ശൂന്യമായ വലയുമായി, ശൂന്യമായ പടകുമായി യേശുവിന്റെ മുമ്പിൽ നിൽക്കുന്ന കാഴ്ച തിരുവചനം വെളിപ്പെടുത്തുമ്പോൾ കേൾക്കുക. 3.5 വർഷം മുമ്പ് പത്രോസിനെ കർത്താവ് കണ്ടുമുട്ടുമ്പോൾ ഇതേ ശൂന്യതയിലാണ് അവനെ കണ്ടുമുട്ടിയത്. എന്നാൽ 3.5 വർഷം മുമ്പ് യേശു അവനെ വിളിച്ചു വേർതിരിച്ച് ശീമോനെ പത്രോസാക്കി കൂടെ കൊണ്ടു നടന്നപ്പോൾ അപ്പക്കൊട്ട അവൻ ചുമന്നിട്ടുണ്ട്. അവൻ്റെ അമ്മായിയമ്മയുടെ ജ്വരം, പനി തമ്പുരാൻ മാറ്റിയിട്ടുണ്ട്. അവൻ്റെ വീടിനകത്ത് അവന് കരമടയ്ക്കാൻ ഇല്ലാതെ വന്നപ്പോൾ ആമേൻ മത്സ്യത്തിൻ്റെ വായ്ക്കകത്ത് ചതുരദ്രഹ്മ പണത്തെ കൊടുത്ത് പത്രോസിനെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ചവൻ പിന്മാറിപ്പോയപ്പോൾ കേൾക്കുക, വീണ്ടും അവൻ 3.5 വർഷത്തിന്റെ പുറകിലോട്ട് പോയി. മനസ്സിലായില്ല. കർത്താവിന്റെ ദാസൻ പുറയിപ്പ് കിട്ടി. കർത്താവിന്റെ ദാസൻ ആ കാര്യത്തിൽ ബോധ്യപ്പെട്ടു. സ്തോത്രം. ശ്രദ്ധിച്ചാട്ടെ, ഒരൊറ്റ പിന്മാറ്റം പത്രോസിനെ 3.5 വർഷത്തേക്ക് പുറകിലോട്ട് വിട്ടെങ്കിൽ ഇന്നു രാത്രി എത്ര പേർ പറയൂ, നീ ഒരു കൂട്ടായ്മയിൽ നിന്ന് മുടങ്ങുമ്പോൾ, ഒരു ചെറിയ പിന്മാറ്റം നിന്റെ അകത്തുണ്ടാകുമ്പോൾ നിനക്ക് നഷ്ടപ്പെടുന്നത് വർഷങ്ങളുടെ നന്മയാണെന്ന് മറന്നു പോകരുത്. തിരിച്ചറിയുന്നവർ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ആമേൻ പറയണം. ഇന്നു രാത്രിയിൽ മറിയ തിരിച്ചു നടന്നതുപോലെ നടക്കാൻ, മടങ്ങി വരാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? മറിയ തിരിച്ചു നടന്ന് ആലയത്തിന്റെ മുറ്റത്തെത്തി യേശുവിനെ കണ്ടു. യേശു അവിടെ ഇരുന്ന് ജ്ഞാനം പറയുന്നു, പരീശന്മാരുടെ വാക്കുകൾ കേൾക്കുന്നു, അവരുമായി സമ്പാദിക്കുന്നു.
ഈ കാഴ്ച കണ്ടപ്പോൾ മറിയ ദൂരത്ത് മാറി നിന്നൊരു വിളി വിളിച്ചു, മോനെ, നിന്റെ അപ്പനും ഞാനും എവിടെല്ലാം നിന്നെ തിരഞ്ഞെന്നറിയാമോ? നിന്റെ അപ്പനും ഞാനും നിന്നെ എവിടെല്ലാം തിരഞ്ഞെന്നറിയാമോ? ഈ ചോദ്യം എല്ലാ അമ്മമാരുടെയും വായിൽ നിന്നുണ്ടാകുന്നതാണ്. കാരണം ഏതെങ്കിലും മകൻ നന്നായിട്ട് ശോഭിക്കപ്പെടുന്നത് കണ്ടാൽ അതെൻ്റെ മോനാന്ന് പറയാൻ ഏതമ്മയ്ക്കും താല്പര്യമാണ്. മനസ്സിലായില്ല? ഏതെങ്കിലും ഒരു മോൻ നന്നായിട്ട് ശോഭിക്കുന്നെന്ന് പറഞ്ഞാൽ ഏതമ്മയും വിളിച്ചു പറയും, ആ മോൻ എൻ്റെ മോനാ, ഉഴപ്പൻ മോൻ അപ്പൻ്റെ മോനാ. മനസ്സിലായില്ല? നല്ല മോൻ എൻ്റെ മോൻ, ഉഴപ്പൻ മോൻ അപ്പൻ്റെ മോൻ. ഇവിടെ യേശു കർത്താവ് 12-ാമത്തെ വയസ്സിൽ പരീശന്മാരുടെ ശാസ്ത്രിമാരുടെ വായടച്ച് സംസാരിക്കുമ്പോൾ മറിയ വിളിച്ചു പറഞ്ഞു, അത് എൻ്റെ മോനാ. ഒരു ആമേൻ പറ. ഹല്ലേലൂയ. മറിയ കൊച്ചമ്മയ്ക്ക് എല്ലാ കാലത്തും യേശു തൻ്റേതാണെന്നൊന്ന് സ്ഥാപിക്കാൻ ഒത്തിരി താല്പര്യം വന്നിട്ടുണ്ട്. ഒരിക്കൽ യേശു കർത്താവ് വളരെ ഫേമസ് ആയി തുടങ്ങി ഒരു വീട്ടിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീടിൻ്റെ പുറത്ത് മറിയ വന്നു. തൻ്റെ മറ്റു മക്കളുമായി പുറത്തു വന്നിട്ട് ആളെ വിട്ടു പറയിപ്പിച്ചു, യേശുവേ, നിന്റെ അമ്മയും സഹോദരന്മാരും വന്നിരിക്കുന്നു. ഒരു ആമേൻ പറ. മറിയയ്ക്കൊരു താല്പര്യമുണ്ട് യേശു എൻ്റെ മോനാണെന്ന് പറയാൻ. പക്ഷെ യേശു അവിടെ എല്ലാം തിരിച്ചു പറഞ്ഞു, മറിയേ, നീ വെച്ച വെള്ളം അങ്ങ് വാങ്ങിയേര്, ഞാൻ മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നീ വെച്ച വെള്ളം വാങ്ങിയേര്, ഞാൻ നിന്റെ മോനല്ല, യോസേപ്പിൻ്റെ മോനുമല്ല, ഞാൻ എൻ്റെ പിതാവിനുള്ളതിനകത്തിരിക്കേണ്ടതല്ലയോ? ഒന്ന് കരമുയർത്തി ഒരു ആമേൻ പറ. യേശു കർത്താവിൻ്റെ 12-ാമത്തെ വയസ്സിലെ ആലയ പ്രവേശനം താൻ പിതാവിനുള്ളതിനകത്തിരിക്കേണ്ടതാണ് എന്ന് പ്രസ്താവിക്കാൻ, അഥവാ ഒന്നുകൂടെ പറഞ്ഞാൽ ഈ ആലയം പിതാവിൻ്റെ ആലയമാണെന്നും അതിനകത്തിരിക്കേണ്ടത് താനാണെന്നും പ്രസ്താവിക്കാനാണ് യേശു 12-ാമത്തെ വയസ്സിൽ ആലയത്തിൽ കയറിയതെങ്കിൽ യേശു 2-ാമത് ആലയത്തിൽ കയറിയത് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന് 37-ാമത് വാക്യം, 37-38. ആ ആ ആ ശ്രദ്ധിക്കുക. യേശു ക്രിസ്തുവിൻ്റെ 2-ാമത്തെ ആലയപ്രവേശനം, ഔദ്യോഗികമായ തൻ്റെ 2-ാമത്തെ ആലയപ്രവേശനം യോഹന്നാന്റെ സുവിശേഷം ആമേൻ 7-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തു. കൂടാര പെരുന്നാളിനോടുള്ള ബന്ധത്തിൽ, കൂടാര പെരുന്നാളിൽ എല്ലാവരും ആലയത്തിൽ കൂടാര പെരുന്നാളിന് പോകുന്നു. പെരുന്നാളുകൾ തകൃതിയായി നടക്കുന്നു. എന്നാൽ ആരൊക്കെയോ പറഞ്ഞു, നീ ഇപ്പോൾ യെരുശലേമിലേക്ക് വരണ്ട, കാരണം നിന്നെ പിടിക്കുവാനൊക്കെ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് യേശുവിനും കാര്യം മനസ്സിലായി. അവൻ യെരുശലേമിലേക്ക് കൂടാര പെരുന്നാളിന് ആരംഭ സമയങ്ങളിൽ എങ്ങും പോകാതെ അവസാനം ശിഷ്യന്മാരൊക്കെ കൂടാര പെരുന്നാളിന് പോയി. യേശു കർത്താവ് ഇങ്ങനെ രഹസ്യമായി, അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ വലിയ പബ്ലിസിറ്റി കൊടുക്കാതെ രഹസ്യമായി ആലയത്തിൽ ചെന്നു. ഒരു ആമേൻ പറയാമോ? പബ്ലിസിറ്റി ചെയ്യേണ്ടത് കൊണ്ട് രഹസ്യമായി ചെയ്യേണ്ട കാര്യവുമുണ്ട്. സ്തോത്രം. ഒരിക്കൽ ശമൂവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യാൻ ആമേൻ പോകുമ്പോൾ ശൗല് തടഞ്ഞു നിർത്തി ചോദിക്കുന്നു. ശമൂവേലേ, നീ എവിടോട്ട് പോകുന്നു? അതിൻ്റെ മറുപടി, ഞാൻ ഒരു യാഗം കഴിക്കാൻ പോകുന്നു. ആമേ. ഞാൻ ശമൂവേലിനോട് ഒരു ചോദ്യം ചോദിക്കും, ശമൂവേലേ, നീ പോകുന്നത് യാഗം കഴിക്കാനല്ലല്ലോ, നീ പോകുന്നത് ഇശായിയുടെ മകനായ ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യാനല്ലേ? പക്ഷേ ശൗലിനോട് പറഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്, ഞാൻ പോകുന്നത് ഒരു യാഗം കഴിക്കാനാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ശമൂവേലേ നീ ശൗലിനോട് ആ കാര്യം മറച്ചു വെച്ചത്? കാരണം കൃപയില്ലാത്തവൻ, അഭിഷേകം പോയവൻ ആ ശൗലിനോട് അഭിഷേകത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അവൻ എടുക്കുമെന്നറിയാം. കാരണം അവൻ ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കാൻ വേറൊരുവനെ ഞാൻ അഭിഷേകം ചെയ്യാൻ പോകുന്നെന്ന്. മനസ്സിലാകുന്നവർ കരമുയർത്തി ഒരു ആമേൻ പറയണം. ഇന്ന് രാത്രി ഞാൻ ഗൗരവത്തോടെ പറയാ, രഹസ്യമായി ചെയ്യേണ്ടത് രഹസ്യമായി ചെയ്യണം, പരസ്യമായി പറയേണ്ടത് പരസ്യമായി പറയണം. ഇന്ന് രാത്രി ചിലത് രഹസ്യമായി നിന്റെ ജീവിതത്തിൽ നീ സൂക്ഷിച്ചേ മതിയാകൂ. എല്ലാവരോടും എല്ലാം നീ തുറന്നു പറയാൻ പോകരുത്. എല്ലാവരോടും നിന്നോടുള്ള വാഗ്ദത്തങ്ങൾ തുറന്നു പറയാൻ പോകരുത്. പറയാൻ കൊള്ളാവുന്നവരോട് പറയണം, അസൂയ ഇല്ലാത്തവരോട് പറയണം, പ്രാർത്ഥിക്കുന്നവരോട് പറയണം.
എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. എനിക്ക് പരസ്യമായി പ്രവചിക്കുന്നതിനേക്കാൾ ഇഷ്ടം രഹസ്യമായി ദൂത് പറയുന്നത്. കാരണം പരസ്യമായി പ്രവചിക്കുമ്പോൾ ഒരു വ്യക്തിയോട് കേൾക്കുന്ന ദൂത് കേട്ടിട്ട് ആമേൻ അപ്പുറത്തിരുന്ന് അസൂയ പിടിക്കുന്നവരുണ്ടെങ്കിൽ ആ ദൂതിന്മേൽ വലിയ പോരാട്ടങ്ങൾ വെളിപ്പെടും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാ, രഹസ്യമായി ചിലത് സൂക്ഷിക്കാൻ ഈ നാളുകളിൽ നീ തയ്യാറായിക്കോ. അറയിൽ കടന്നു വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന ദൈവവുമായി ഇടപെടാൻ നീ തയ്യാറായാൽ പരസ്യമായി നിന്നെ ആദരിപ്പാൻ ഈ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി ഒരു ദൂത് പോലെ ഇവിടെ വെളിപ്പെട്ടു വരുന്നത് കൊണ്ട് ഞാൻ പറയാ, ചിലതൊക്കെ പരസ്യ പ്രസ്താവനകൾ നടത്താതിരുന്നു. ശൗലിനെ മാറ്റിയിട്ട് ദാവീദിനെ ആക്കുന്ന കാര്യം ശമൂവേൽ രഹസ്യമായി സൂക്ഷിച്ചതുപോലെ എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്, എല്ലാവരോടും എല്ലാം വെളിപ്പെടുത്തി പറയരുത്, എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്. ഇന്നു രാത്രി ചില രഹസ്യങ്ങളെ, ദൈവകൃപയുടെ രഹസ്യങ്ങളെ നീ സൂക്ഷിക്കാൻ തയ്യാറായ ഒരു വലിയ ജയം തരാൻ ഈ ദൈവം തയ്യാറാണ്. ഒന്ന് കരമുയർത്തിപ്പിടിച്ചൊരു ആമേൻ പറയാമോ? എന്തോ ഈ രാത്രി ഈ ദൂതിൻ്റെ അടുത്ത ഭാഗം വെളിപ്പെടുന്നത് എനിക്കറിയാം. ആരോടോ കർത്താവ് പറയുന്നു, ചിലത് രഹസ്യമായി നീ സൂക്ഷിച്ചേ മതിയാകൂ. ശൗലിൻ്റെ മുമ്പിൽ ശമൂവേൽ ആ കാര്യം രഹസ്യമാക്കി. ആമേൻ, ആമേൻ. നിങ്ങൾ കേൾക്ക്, ഒരിക്കൽ യെഹിസ്കിയാവിനെ കാണാൻ ബാബിലോണിൽ നാള് വന്നു. ദീനം പിടിച്ചു കിടന്ന രാജാവിനെ കാണാൻ ബാബിലോണിൽ നാള് വന്നപ്പോൾ നാട്ടുകാരും വരാതിരുന്നപ്പോൾ ബാബിലോണിലെ രാജാവ് തന്നെ കാണാൻ വന്നപ്പോൾ രഹസ്യമായിരുന്ന സകല അറകളും, ആമേൻ, രാജകൊട്ടാരത്തിലെ സകല സമ്പത്തിൻ്റെ ആമേൻ നിക്ഷേപ കലവറകളും രാജാവ്, ബാബിലോണിയ രാജാവായ നെബൂഖദ്നേസറിന്റെ മുമ്പിൽ തുറന്നു കാണിച്ചു. സ്തോത്രം. അത് കണ്ടിട്ട് ബാബിലോണിയ രാജാവ് മടങ്ങിപ്പോകുമ്പോൾ പ്രവാചകൻ കയറി വന്നൊരു ദൂത് പറഞ്ഞു, എല്ലാം കാണിച്ചല്ലോ. മിണ്ടുന്നില്ല. എല്ലാം കാണിച്ചല്ലോ. ആമേ, കലവറ മുഴുവൻ കാണിച്ചില്ലേ? പക്ഷേ കേൾക്ക്, ഒന്നുപോലും ശേഷിക്കാതെ ഇത് മുഴുവൻ ബാബിലോണിലേക്ക് പോകുന്നൊരു സമയം വരും. എന്തോ എനിക്കറിയില്ല, ഇന്ന് രാത്രി ദൂതിന്റെ ഗൗരവം എൻ്റെ അകത്തു തട്ടുന്നു. ചില മേഖലകളെ രഹസ്യമാക്കി വെച്ചോ. ഓ ശൈതാരകൽ, ഓ അർത്ഥാരകൽമന, എനിക്കറിയില്ല നീ ചിലത് ചിലരുടെ മുമ്പിൽ തുറന്ന് പറഞ്ഞതിൻ്റെ തകർച്ചയാണ് നീ അനുഭവിക്കുന്നത്. നിന്നെ സഹായിക്കുമെന്നും നിന്നെ പരിപോഷിപ്പിക്കുമെന്നും നിനക്ക് നന്മ തരുമെന്നും നീ വിശ്വസിച്ച് ചിലരുടെ മുമ്പിൽ നിന്റെ ഹൃദയം തുറന്നതിൻ്റെ ബന്ധനമാണ് ഇന്നു നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതെങ്കിൽ ഇന്നു രാത്രി യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തെ വഞ്ചിച്ച ദുഷ്ടവ്യാപാരത്തെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുകയാ. നിന്റെ വിശ്വാസത്തെ വഞ്ചിച്ച ഓ ആ ദൂതിന്റെ പ്രവൃത്തി തിരിച്ചറിയുന്നവർ ആമേൻ പറയണം. ആമേൻ. നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത, നിന്റെ വിശ്വാസത്തെ വഞ്ചിച്ച, നിന്റെ വാക്ക് കേട്ടിട്ട് അപ്പുറത്ത് കൊണ്ടുകൊടുത്തു നിനക്കെതിരെ പ്രവർത്തികൾ വെളിപ്പെടുത്തിയ ആ പൈശാചിക നീക്കങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ശാസിക്കുകയാ. അഹീതോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കിയ ദൈവകര ഈ രാത്രി ഇവിടെ ചലിക്കപ്പെടുകയാ. ആരാധിക്കുന്നവർ ആരാധിക്കണം. ഈ ദൂതിന്റെ ബലമേറ്റെടുത്ത് ഇന്ന് രാത്രി ആരാധിക്കാൻ തയ്യാറാകുക. ചില കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. നിന്റെ വഴികളെ ബന്ധിച്ച, നിന്റെ മിനിസ്ട്രിയെ ബന്ധിച്ച, നിന്റെ യാത്രകളെ ബന്ധിച്ച, നിന്റെ കുടുംബത്തെ ബന്ധിച്ച, നിന്റെ തലമുറകളെ ബന്ധിച്ച അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ശാസിക്കപ്പെടുകയാ. ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേലിലെ സകല നിക്ഷേപങ്ങളും രാജാവ് വെളിപ്പെടുത്തിയപ്പോൾ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, അത് മുഴുവൻ ബാബിലോണിലേക്ക് പോകും. കാരണം നീ രഹസ്യമായി വെക്കേണ്ടത് രഹസ്യമായി സൂക്ഷിക്കണം.
എത്ര പേർ ആമേൻ പറയും? വേദപുസ്തക ചരിത്രത്തിലെ ശക്തനായ ഒരു മനുഷ്യനായിരുന്നു ശിംശോൻ. മിണ്ടുന്നില്ല. മനോഹയുടെ മകനായ ശിംശോൻ. അവൻ്റെ അമ്മ വയലിലിരിക്കുമ്പോൾ ദൂതൻ വെളിപ്പെട്ട് വിളിച്ചു പറഞ്ഞു, ഒരു മകൻ ജനിക്കാൻ പോകുന്നു. എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. അവൻ്റെ അപ്പനോട് അവൻ്റെ അമ്മ പറഞ്ഞു, ഒരു ദൂതൻ വന്ന് എന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ ദൂതനെ കാണാൻ അപ്പൻ ഓടി വയലിൽ ചെല്ലുമ്പോൾ, സ്തോത്രം, അപ്പൻ കൊണ്ടുവച്ച ആ പദാർത്ഥങ്ങൾ ആമേൻ വടി കൊണ്ട് അതിനെ തൊട്ടു. അഗ്നി ജ്വലിച്ചു. ആ അഗ്നിക്കകത്തൂടെ ദൂതൻ മേളിലോട്ട് പോകുന്നതിന് മുമ്പ് മനോഹ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിന്റെ പേരെന്ത്? അതിന് കൊടുത്ത മറുപടി, നീ എന്തിന് എൻ്റെ പേര് ചോദിക്കുന്നു? എൻ്റെ പേര് അതിശയമെന്നുള്ളവനാണ്. ഒരു ആമേൻ എന്ന് പറഞ്ഞാൽ അർത്ഥം, നിന്റെ ബന്ധിക്കപ്പെട്ട ഭാര്യയുടെ ഉദരത്തിനകത്ത് ഒരു തലമുറയെ ജനിപ്പിക്കാൻ അതിശയം ചെയ്യുന്നവനാണ് ഞാൻ. മിണ്ടുന്നില്ല. അതിശയം ചെയ്യുന്നവനാണ് ഞാൻ. കേൾക്ക്, അവൻ്റെ അവനും കൂടെ ഒരിക്കൽ ഒരു യാത്ര പോകുമ്പോൾ മുന്തിരിത്തോട്ടത്തിനകത്തു നിന്നൊരു സിംഹം അവൻ്റെ നേരെ ചാടി. ഞാൻ ആ ഭാഗം പഠിച്ചപ്പോൾ മുന്നിൽ അപ്പൻ പോകുന്നു, മോൻ പുറകെ പോകുന്നു. സ്തോത്രം. മുന്തിരിത്തോട്ടത്തിനകത്തു നിന്ന് സിംഹം ചാടുന്നത് അപ്പൻ്റെ നേരെയല്ല, അഭിഷേകമുള്ളവൻ്റെ നേരെയാ. ആമേൻ. എവിടെങ്കിലും നിനക്കെതിരെ ചിലത് ചാടുന്നുണ്ടോ ഓർത്താ മതി, നിന്റെ മേലൊരു അഭിഷേകമുണ്ട്. ഒന്ന് കരമുയർത്തിയൊരാമേൻ പറ. എല്ലാവർക്കും ഇല്ലാത്തൊരു പോരാട്ടം ശുശ്രൂഷയ്ക്കെതിരെ ഉണ്ട്, ഓർത്തലുണ്ട്. ഓ രാജാരകൽമന, എല്ലാവർക്കും അർത്ഥാരകൽമന. എനിക്കറിയാം ഇന്നു രാത്രി ദൈവാത്മാവ് ചിലതിനോട് ഇടപെട്ട് തുടങ്ങി കഴിഞ്ഞു. എല്ലാവർക്കും ഇല്ലാത്തൊരു പോരാട്ടം, എല്ലാവർക്കും ഇല്ലാത്തൊരു വെല്ലുവിളി, എല്ലാവർക്കും ഇല്ലാത്തത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഓർത്താൽ മതി. എല്ലാവർക്കും ഇല്ലാത്തൊരു അഭിഷേകം നിന്റെ മേലുണ്ട്. തിരിച്ചറിയുന്നവരെ കരം തട്ടി വായികളെ തുറന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അപ്പന്റെ നേരെ ചാടാത്ത സിംഹം അഭിഷേകമുള്ളവന്റെ നേരെ ചാടി. പക്ഷെ ഒരു യാഥാർത്ഥ്യം പറയാം, മുന്തിരിത്തോട്ടത്തിനകത്ത് ആ സിംഹം ഇരിക്കുന്നേ. ആമേൻ. സാധാരണ സിംഹം മുറ്റുകാട്ടിലെന്ന് തിരുവചനത്തിലുണ്ട്. മുറ്റുകാട്ടിലെ ബാലസിംഹം. ഈ ബാലസിംഹം എന്ന് പറഞ്ഞ കൊച്ചു സിംഹം എന്നല്ല കേട്ടോ അർത്ഥം, ആ കാട്ടിലെ പ്രധാനപ്പെട്ട സിംഹം എന്ന അർത്ഥം. ആമേൻ. മുറ്റുകാട്ടിൽ ബാലസിംഹം. പക്ഷേ കേൾക്ക്, ഇന്ന് സിംഹം കാട്ടിലല്ല, ഇന്ന് സിംഹം മുന്തിരിത്തോട്ടത്തിനകത്താ. ഒരു നല്ല ഗ്ലോറി പറയണം. ഇതിനകത്തുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടാൽ മതി. ഞങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന ചില വിഷയങ്ങൾ ഓർക്കുമ്പോൾ നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു വിഷയവുമില്ല. ഒന്ന് നന്നായി പ്രസംഗിച്ചാൽ, നന്നായി പ്രാർത്ഥിച്ചാൽ, ഒരു നല്ല ഗ്ലോറി പറ. ചിലതിൻ്റെ ഒക്കെ നോട്ടം കാണുമ്പോൾ സിംഹം നോക്കുന്നത് പോലെ തോന്നുക. പക്ഷെ ഒരു ദൂത് പറയാം, ആമേൻ, ഇതിനകത്തുനിന്ന് നിനക്കെതിരെ ചാടിയാൽ നിന്റെ അഭിഷേകത്തിന് മുമ്പിൽ അത് തകർന്നിരിക്കോ. ഓ രാജാമാന ശൈതാരകൽമന അർത്ഥാരകൽമന. ശുശ്രൂഷകൾക്കെതിരെയുള്ള ചില ചാട്ടങ്ങൾ ഇന്നു രാത്രി യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ആകുകയാ. തിരിച്ചറിയുന്നവരെ രണ്ട് കരവും തട്ടി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാൻ മടിക്കരുത്. നിനക്കെതിരെ ആത്മമണ്ഡലത്തിൽ നിന്നുള്ള പൊരുതലുകളും പോരുകളും ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ തകരപ്പെടുകയാ. ഓ ഓ രാജാമാന ശൈതാരകൽമന അർത്ഥാരകാജക ധൂമകമനാദിയ വേദകരകൽമന ശതുരമനാദിയ രാജാരകൽമന ശൈതാരകൽമന. ഇന്നു രാത്രി സിംഹത്തെ കീറി കരടിയെ തകർക്കാൻ ഇന്നു രാത്രി അഭിഷേകമുള്ള ദൈവമക്കൾ ഇതിനകത്ത് മൗനമാകരുത്. ഈ ശുശ്രൂഷകൾക്കെതിരെയുള്ള വെല്ലുവിളികള്, ശുശ്രൂഷകൾക്കെതിരെയുള്ള പോരുകള് ഈ രാത്രി കീറിക്കളയാൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രി ചലിക്കട്ടെ, കരങ്ങൾ ചലിക്കട്ടെ, വായികളെ തുറക്കുക. ഒരു വലിയ ദൈവ പ്രവർത്തിക്ക് വേണ്ടി ഒരുക്കപ്പെടുക. ഒരു വലിയ ദൈവ പ്രവർത്തിക്ക് വേണ്ടി ഒരുക്കപ്പെടുക. ഓ
ഓ ഉടയ രഗന ശൈധാരകൽമന ഇന്ന് രാത്രി പതിയിരുന്ന് ചാടുന്ന ചില ചാട്ടങ്ങളെ കീറാൻ, പതിയിരുന്ന് ചാടുന്ന ചാട്ടങ്ങളെ കീറാൻ, പതിയിരുന്ന് ചാടുന്ന ചില ചാട്ടങ്ങളെ കീറാൻ, പതിയിരുന്ന് ചാടുന്ന ചില ചാട്ടങ്ങളെ കീറാൻ ഈ രാത്രി കൃപ പ്രാപിച്ചവരെ തരങ്ങളെ തുറന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഓ ഈ സ്തോത്രം പോലെ നന്നായിട്ട് ഹല്ലേലൂയ പറ, ശക്തിയോടെ ഹല്ലേലൂയ. ആമേൻ. മുന്തിരി തോട്ടത്തിനകത്തുനിന്ന് ഞാൻ പറയട്ടെ, ഹാബേലിനെ കൊന്നത് വയലിനകത്തു വെച്ച. മിണ്ടുന്നില്ല. വയലിനകത്തു വെച്ചാണ് ഹാബേലിനെ കൊന്നത്. ഇന്ന് രാത്രി വയലിനകത്തെ കൊലപാതകങ്ങളെ ദൈവപ്രസാദമുള്ളവനെതിരെ ചലിക്കുന്ന, ദൈവപ്രസാദമുള്ളവനെതിരെ ചലിക്കുന്ന കായീന്യ ചലനങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ബന്ധിക്കുകയോ. ദൈവപ്രസാദമുള്ളവനെതിരെയുള്ള നീക്കങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ബന്ധിക്കുകയോ. സിംഹത്തെ കീറി തിരിച്ചു വരുമ്പോൾ കീറപ്പെട്ട ഉടലിനകത്ത്, സിംഹത്തിന്റെ ഉടലിനകത്ത് മധുരം വെളിപ്പെട്ടു. രാമേൻ പറ. മിണ്ടുന്നില്ല. നിനക്കെതിരെ ചാടുന്ന സിംഹത്തെ ആത്മാവിൽ കീറാൻ തയ്യാറായാൽ അതിൻ്റെ ഉടലിനകത്ത് മധുരം തരാൻ കഴിയുന്ന ആ പ്രശ്നത്തിന്റെ ഉടലിനകത്തൊരു മധുരം ദൈവം കരുത്. മനസ്സിലായില്ല. ആ പ്രശ്നത്തിന്റെ ഉടലിനകത്ത്, ആ പ്രശ്നത്തിനകത്ത് നിനക്കൊരു മധുരം ദൈവം കരുതി വെച്ചു. മിണ്ടുന്നില്ല. ആ പ്രശ്നത്തിനകത്ത് നിനക്കൊരു മധുരം. കരമടിച്ചാരാധിക്ക. രാത്രിയിൽ ആ ദൈവ പ്രവൃത്തിയെ സ്വീകരിക്കുക. ആരോടോ ദൈവാത്മാ പറയും, ഈ പ്രശ്നം നിന്നെ തകർക്കില്ല, ഈ പ്രശ്നം നിന്നെ ഉടയ്ക്കില്ല, ഈ പ്രശ്നത്തെ നീ ഉടയ്ക്കും, ആ പ്രശ്നത്തെ നീ കീറും, ആ പ്രശ്നത്തെ നീ തകർക്കും. അതിനകത്ത് മധുരിപ്പിക്കുന്ന അനുഭവങ്ങളെ, മധുരിപ്പിക്കുന്ന ആത്മീയ അനുഭവങ്ങളെ ദൈവം നിനക്ക് കൈമാറും. തിരിച്ചറിയുന്നവരെ ആധരങ്ങളെ തുറന്ന്, വായുകളെ തുറന്ന് ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. ഒരു വലിയ ദൈവ പ്രവൃത്തിയുടെ ആഴം ഈ രാത്രി വെളിപ്പെട്ടു വരുന്നത് കൊണ്ട് അതരങ്ങളെ തുറന്ന ആത്മാവിൽ ജനം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. ഓ ഹല്ലേലൂയ. സിംഹത്തെ കീറി ആ ഉടലിനകത്ത് മധുരം. ആമേൻ. ആ ഉടലിനകത്ത് മധുരം. ഇസ്രായേലിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഹോരേബിൽ നിന്ന പാറയ്ക്കകത്തു തേൻ. ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിൽ നിന്ന് ആ കരിമ്പാറയുടെ അകത്ത്, ഹോരേബിലെ ആ പാറയ്ക്കകത്ത്
തേൻ കരുതിയ ദൈവത്തെയാ ഞാൻ ആരാധിക്കുന്നത്. തീക്കൽ പാറയിൽ നിന്ന് തേനിനെ നൽകുന്ന എന്തോ കർത്താവ് ഇന്ന് രാത്രി ആരോട് പ്രവചിച്ചു പറയുന്നു, ഈ പ്രശ്നം കഴിയുമ്പോൾ നിനക്ക് പ്രൊമോഷൻ ഉറപ്പാ. ഈ പ്രശ്നം കഴിയുമ്പോൾ മധുരിപ്പിക്കുന്ന ചില ഓർമ്മകൾ, മധുരിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ ദൈവം നിന്റെ കുടുംബത്തിനകത്തേക്ക് പകരാൻ പ്ലാൻ ചെയ്യുകയാ. ഓ ശൈതാരകൽമന, വിശ്വസിക്കുന്നവർ അധരങ്ങളെ തുറന്ന് ആത്മാവിൽ ചലിച്ചു തുടങ്ങുക. ഈ രാത്രിയിൽ ഒരു വലിയ ദൈവിക ഇടപെടൽ ഇതിനകത്ത് സംഭവിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഓ രാധാരകൽമന, ശൈധാരകൽമന, അർത്ഥാരകാജക ധൂമഗമനാദിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. കേൾക്കുക, സിംഹത്തെ കീറിയവൻ, അതിൻ്റെ ഉടലിനകത്ത് തേൻ കിട്ടിയവൻ. പക്ഷെ കേൾക്ക്, അവന് ശക്തി നൽകുന്ന ജഡയുടെ ഒരു മർമ്മമുണ്ട്. ഒരു ആമേൻ പറയാമോ? സ്തോത്രം. അവൻ നാസീർ വ്രതസ്ഥനാണ്, അവന് ജഡയുള്ളവനാണ്, അവൻ്റെ ശക്തി ഇരിക്കുന്നത് ജഡയ്ക്കകത്താണ്. എത്ര പേർ ആമേൻ പറയോ? എന്നാൽ കേൾക്ക്, ദലീലയുടെ മടിയിൽ അവൻ ഉറങ്ങുമ്പോൾ, ദലീല തലോടി തലോടി അവനെ ഉറക്കുമ്പോൾ, അവൾ തലോടുന്നതിനിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ശിംശോനേ നിന്റെ ശക്തി എവിടെ? എത്ര പേർ ആമേൻ പറയോ? ശിംശോനേ നിന്റെ ശക്തി എവിടെ? ആദ്യമൊക്കെ അവൻ ശക്തി പറയാതിരുന്നു. അവസാനം ദലീലയുടെ തലോടലിൽ മയങ്ങി അവൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ ജഡ മുറിച്ചാൽ, എൻ്റെ ജഡയിൽ അത്രേ ശക്തി ഇരിക്കുന്നത്. ശിംശോനേ നിന്റെ മേലുള്ള ശക്തിയുടെ രഹസ്യം നീ ദലീലയ്ക്ക് കൈമാറിയതോടുകൂടെ, സ്തോത്ര, ശിംശോന്റെ ജഡയവൾ മുറിച്ചു. പിന്നത്തേതിൽ നാം കാണുന്നത് ശിംശോൻ ബന്ധിക്കപ്പെട്ടു. ഇന്ന് രാത്രി ആരോടോ ദൈവാത്മ പറയുന്നു, നിന്റെ ശക്തിയുടെ രഹസ്യം നീ വെളിപ്പെടുത്തരുതോ, ദൈവകൃപയുടെ രഹസ്യം നീ വെളിപ്പെടുത്തരുതോ. ചില ദലീലമാർ തലോടുമ്പോൾ കൃപയുടെ ശക്തിയുടെ രഹസ്യം വെളിപ്പെടുത്തരുത്. ഇന്നു രാത്രി എത്ര പേർക്ക് ദൂതനാമൻ പറയാ? ഉടമന രഹസ്യങ്ങളെ സൂക്ഷിക്കാൻ ഈ രാത്രി ആത്മാവ് ദൂത് കൈമാറുകയാ. നിന്റെ കൃപയുടെ രഹസ്യങ്ങളെ, അഭിഷേകത്തിന്റെ രഹസ്യങ്ങളെ, ശുശ്രൂഷയുടെ രഹസ്യങ്ങളെ നീ സൂക്ഷിക്കാൻ. ഹല്ലേലൂയ. ആ കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ആമേ രഹസ്യം വെളിപ്പെടുത്തി. ശിംശോന്റെ ജഡ മുറിച്ചു. ശിംശോനെ ഫെലിസ്ത്യർ ബ്ലൈൻഡ് ചെയ്തു, ഗ്രൈൻഡ് ചെയ്തു. ഒരു ആമേൻ പറ. മനസ്സിലായില്ല? ജഡ മുറിഞ്ഞപ്പോൾ ബ്ലൈൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ കണ്ണ് കുത്തി പൊട്ടിച്ചു. 2 ബൈൻഡ് ചെയ്തു, അവനെ ബന്ധിച്ചു. 3 ഗ്രൈൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് മാവ്. ഒരു നല്ല ഗ്ലോറി പറയണം. ശക്തി പോയപ്പോൾ ആമേൻ ബൈൻഡ് ചെയ്തു, ബ്ലൈൻഡ് ചെയ്തു, ഗ്രൈൻഡ് ചെയ്തു. ഒരു ആമേൻ പറയാൻ പറ്റുന്നുണ്ടോ? ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാൻ പോകുകയാ. ആമ എങ്കിലും ദൈവത്തിന്റെ നീതി അവന്റെ മേൽ ഒന്ന് വെളിപ്പെട്ടപ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവൻ ആമേൻ ഒന്ന് കുടഞ്ഞതേ ഉള്ളൂ. ആമേൻ ആ ക്ഷേത്രത്തിന്റെ തൂണിനെ ഇളക്കിയിട്ട് ഇന്നു രാത്രി ആരോടോ ദൈവാത്മ പറയുന്നു, വിശ്വാസ വഞ്ചന നടത്തിയ ഇടത്ത് ദൈവം നിന്നെ ബലത്തോടെ നിർത്താൻ പോകുകയോ. ഓ എനിക്കറിയില്ല എന്താ ഈ ദൂത് ഇങ്ങനെ മാറുന്നെന്ന്. നിന്റെ വിശ്വാസത്തെ വഞ്ചിച്ച, ഓ രാജാ, നിന്റെ രഹസ്യങ്ങളെ ചോർത്തിയെടുത്ത് നിന്നെ ബന്ധിച്ച ചില ബന്ധനങ്ങൾ ഇന്നു രാത്രി ഇതിനകത്ത് പൊട്ടി മാറുകയാ. ഓ രാജാരകൽമന, അർത്ഥാരകൽമന, നിന്റെ രഹസ്യങ്ങളെ ചോർത്തിയെടുത്ത് നിന്നെ ബൈൻഡ് ചെയ്ത, നിന്നെ ബ്ലൈൻഡ് ചെയ്ത, നിന്നെ ഗ്രൈൻഡ് ചെയ്ത അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ ഈ രാത്രി പൊട്ടുകയാ. ഹല്ലേലൂയ.
യേശു കർത്താവ് രഹസ്യമായി അധികം പരസ്യപ്പെടുത്താതെ പെരുന്നാളിന് ആലയത്തിൽ ചെന്നു. യേശു കർത്താവിൻ്റെ ആലയ പ്രവേശനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം രഹസ്യമായി അവൻ ആലയത്തിൽ ചെന്നു. പെരുന്നാൾ തകൃതിയായി നടക്കുന്നു. പെരുന്നാളിന് ശേഷം ഒരു ശുശ്രൂഷയുണ്ട്. പുരോഹിതന്മാർ പെരുന്നാൾ തീരുന്ന സമയം ഒരു ചെറിയ കുടത്തിനകത്ത് വെള്ളമെടുത്ത് തടിച്ചുകൂടിയിരിക്കുന്ന ജനത്തിൻ്റെ ശരീരത്തിൽ അവരിലേക്ക് തളിച്ചിട്ട് ആമേൻ ആത്മാവിൻ്റെ പകർച്ച എന്നതുപോലെ തടിച്ചുകൂടി അങ്കണത്തിൽ യെരൂശലേം ദേവാലയ അങ്കണത്തിൽ നിൽക്കുന്ന ജനത്തിലേക്ക് പുരോഹിതൻ കയ്യിൽ കരുതിയ കുടത്തിനകത്തെ വെള്ളമെടുത്ത് തളിക്കുമ്പോൾ പെരുന്നാളിന് ആശീർവാദം കിട്ടിപ്പോകാൻ സമുദ്രം ആ യെരൂശലേം അങ്കണത്തിൽ ഈ ഒരു ഇറ്റു വെള്ളത്തിനു വേണ്ടി പുരോഹിതൻ്റെ കുടത്തിലുള്ള വെള്ളത്തിൻ്റെ ഒരല്പം അംശം ശരീരത്തിൽ പതിക്കാൻ ആ ആലയത്തിൻ്റെ മുറ്റത്ത് തിക്കി തിരക്കുമ്പോൾ ആലയത്തിൻ്റെ ഒരു ഭാഗത്ത് മുറ്റത്ത് മാറി നിൽക്കുന്ന യേശു ഈ തിക്കും തിരക്കും കണ്ടിട്ട് ഒരൊറ്റ അനൗൺസ്മെന്റ് നടത്തി. ആ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്ന ഏവനും എൻ്റെ അരികിൽ വരട്ടെ. മനസ്സിലായില്ല? പഴയ നിയമത്തിലെ ഒരു കുടത്തിലെ വെള്ളത്തിൻ്റെ അംശം ശരീരത്ത് വീഴാൻ തിക്കിത്തിരക്കുന്ന ജനത്തോട് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശു വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്ന ഏവനും എൻ്റെ അരികിൽ വരട്ടെ. ഇച്ഛിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്തു പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ആമേ, ഞാനൊരു ദൂത് പറയാൻ പോകുക. പഴയ നിയമം ഒരു കുടം വെള്ളം കൊണ്ട് ആയിരങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പുതിയ നിയമം ജീവന്റെ നദിയെ തരാ. വിശ്വസിക്കുന്നവരാ രണ്ട് കരവും ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. പഴയ നിയമം ഒരു കുടം വെള്ളം കൊണ്ട് ജനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പുതിയ നിയമം തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെടുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികളെ ഒഴുക്കുന്ന ഒരു ദൈവപ്രവൃത്തിയാണ് പുതിയ നിയമമെങ്കിൽ ഇന്ന് രാത്രി നീ ആഗ്രഹിക്കാൻ തയ്യാറായ, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആത്മനദിയിൽ നിന്നെ ഇറക്കാൻ ഈ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി എത്ര പേർ ആത്മാവിൽ ചലിച്ചു തുടങ്ങി പറയൂ, ഇത് പോരാ കർത്താവേ, നരിയാണിയോളം പോരാ, മുട്ടോളം പോരാ, അരയോളം പോരാ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആത്മനദിയിൽ എന്നെ ഇറക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? അവരുടെ വായുകൾ ഇന്ന് രാത്രി തുറന്നിരിക്കട്ടെ. സ്തോത്രം. ശ്രദ്ധിക്കുക, പഴയ നിയമം ഒരല്പം നനവ് നൽകി ഒരു കുടം വെള്ളത്തിൻ്റെ പകർച്ച കൊടുത്ത് ജനത്തെ വിടുമ്പോൾ ആലയമുറ്റത്ത് തടിച്ചുകൂടിയ ആയിരങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടത്തില്ല. അവർ ആശീർവാദം കിട്ടാതെ തിരിച്ചു പോകും. അടുത്ത വർഷത്തെ പെരുന്നാളിന് മുന്നിൽ വന്ന് നിന്ന് ജലത്തിൻ്റെ അംശം സ്വീകരിക്കാമെന്നുള്ള പ്രത്യാശയോടെ അവർ മടങ്ങിപ്പോകും. എന്നാൽ എല്ലാ വർഷവും ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നടക്കും. ആമേൻ. മിടുക്കുള്ളവൻ പ്രാപിക്കും, മിടുക്കില്ലാത്തവൻ പ്രാപിക്കാതെ പോകും. ഇത് കണ്ട് യേശു കർത്താവ് മാറി നിന്ന് പറഞ്ഞു, അവിടെ തിക്കണ്ട, അവിടെ തിരക്ക് കൂട്ടണ്ട, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് മിണ്ടുന്നില്ല. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്തു പറയുന്നത് പോലെ 15 ആത്മപകർച്ചയുടെ വർഷമായി എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഓ വൈഡാമ ശൈതാരകൽമന പോരാ പോരാ, ശക്തി പോരായേ, ദൈവശക്തി എൻ്റെ മേൽ പകരണമെന്ന് കൊതിക്കുന്ന ആളുകൾ ഇതിനകത്തുണ്ടെങ്കിൽ നീ ആത്മാവിൽ ചലിക്കാൻ തുടങ്ങിക്കോ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആത്മനദിയിലേക്ക് നിന്നെ ഇറക്കി വിടാൻ ഈ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആത്മനദിയിൽ നിന്നെ ഇറക്കാൻ ഈ ദൈവം ശക്തനാണ്. ഒരാത്മ പകർച്ച കൊതിക്കുന്നെങ്കിൽ പുതിയ നിയമത്തിനകത്തൊരു ഒഴുക്കുണ്ട്, പുതിയ നിയമത്തിനകത്തൊരു നദിയുണ്ട്. രാജാമാന ശൈതാരകൽമന, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്തു പറയുന്നത് പോലെ, തിരുവെടുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. പറ, ഒരൽപ്പം വെള്ളമല്ല, ഒരൽപ്പം നനവല്ല,
ഒരാമേൻ പറയണം, ഒരാമേൻ പറയണം. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്ന ആത്മാവിനെ കുറിച്ച് സ്ഥാപിക്കാൻ അവൻ ആലയത്തിനകത്ത് കയറി. എത്ര പേർ ആമേൻ പറയും? ഒന്ന്, ഇത് പിതാവിൻ്റെ ആലയമാണെന്ന് സ്ഥാപിക്കാൻ 12-ാമത്തെ വയസ്സിൽ അവൻ ആലയത്തിനകത്ത് കയറി. 2, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്ന ആത്മാവിനെ കുറിച്ച് സ്ഥാപിക്കാൻ അവൻ ആലയത്തിനകത്ത് കയറി. ആമേൻ പറയാമോ? ഇന്ന് രാത്രി ആത്മാവിൻ്റെ ഒരു ഒഴുക്ക് എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് പറയുന്നവർ എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? സ്തോത്രം, ഹല്ലേലൂയ. ഇത് പോരാ, എൻ്റെ അധരത്തിൽ പുതിയ അന്യഭാഷകൾ എനിക്ക് വേണം. സ്തോത്ര. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു യാഥാർത്ഥ്യം പറയാൻ പോകുകയാ. യെഹെസ്കേൽ കണ്ടൊരു ദർശനമുണ്ട്. ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഇറങ്ങിയൊരു നദിയില്ലേ? ഒന്ന് സ്തോത്രം ചെയ്യുന്നേ. ആലയത്തിൻ്റെ ഉമ്മരപ്പടിയിൽ നിന്ന് കീഴിൽ നിന്ന് ഇറങ്ങിയൊരു നദിയില്ലേ? അത് കിഴക്കോട്ടൊഴുകി വടക്കോട്ടൊഴുകി അത് ആമേൻ അരാബയിലേക്ക് ഒഴുകി. ഒരു ആമേൻ പറ. അത് ചാവുകടലിൽ ചെന്ന് ക്ഷേമ കയറുന്നൊരു അനുഭവം തിരുവചനത്തിൽ എഴുതിയിട്ടില്ലേ? അങ്ങനെങ്കിൽ അത് പഴയ നിയമത്തിലെ ഒഴുക്കിന്റെ കാര്യമല്ല, അത് പുതിയ നിയമത്തിലെ ഒഴുക്കിന്റെ കാര്യമാകയാ. ഓ ശൈതാരകൽമനാദിയ, ഇന്നു രാത്രി ആത്മപകർച്ച കൊതിക്കുന്നെങ്കിൽ, ദൈവകൃപ കൊതിക്കുന്നെങ്കിൽ, നീ ഏൽപ്പിച്ചു കൊടുത്ത് ആരാധിക്കാൻ തയ്യാറായ നിനക്ക് വേണ്ടി ആത്മാവിന്റെ ഒഴുക്ക് നൽകാൻ ഒരു ആമൻ 2 അന്യഭാഷ മാത്രം നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആത്മനദിയുടെ ആഴത്തിലേക്ക് നിന്നെ ഇറക്കി നിർത്താൻ കഴിയുന്നവരെ കരം ഇതിനകത്ത് ചലിക്കപ്പെടുകയാ. തിരിച്ചറിയുന്നവരെ 2 കരവും ഉയർത്തി ഈ രാത്രി സ്തോത്രം ചെയ്യട്ടെ. ചില ആളുകളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത്രയും കൊണ്ട് ഞാൻ തൃപ്തനാണ്. പക്ഷേ പറയട്ടെ, പ്രസംഗിക്കുന്ന എനിക്ക് ഇതുവരെ തൃപ്തി വന്നിട്ടില്ല. എൻ്റെ ആവേശവും ആഗ്രഹവും കെട്ടടങ്ങിയിട്ടില്ല. ഞാൻ കർത്താവിനോട് ഇപ്പോഴും പറയുന്നു, ഇത് പോരെ കർത്താവേ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത. ആമേൻ. നീ വിശ്വസിക്കാൻ തയ്യാറാകുക, കൃപകൾ നിന്നിൽ നിന്ന് ഒഴുകും. നീ വിശ്വസിക്കാൻ തയ്യാറാകുക, അഭിഷേകം നിന്നിലൂടെ ഒഴുകും. ആമേൻ പറയണം, ആമേൻ പറയണം. നീ വിശ്വസിക്കാൻ തയ്യാറാകുക, രോഗശാന്തി നിന്നിലൂടെ ഒഴുകും. ആമേൻ. നീ വിശ്വസിക്കാൻ തയ്യാറാകുക, പ്രവചനം നിന്നിലൂടെ ഒഴുകും. ഓ ശൈതാരകൽമന അർത്ഥാരകൽമന, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ നിന്നിലൂടെ വെളിപ്പെട്ടു വരത്തക്ക നിലയിൽ ആത്മാവിന്റെ നിറവിലേക്ക് നീ നയിക്കപ്പെടുന്ന കാലങ്ങൾ മുന്നിലുണ്ട്. നീ ഏൽപ്പിക്കപ്പെടാൻ തയ്യാറാക. അർത്ഥാരകന ശൈതാരകൽമന, ഈ രാത്രി ആദരങ്ങളെ തുറന്ന ശക്തിയോടെ ഓ ജീസസ്, ഹല്ലേലൂയ. അതിനകത്ത് ഒരു വാക്കൊന്ന് പറയണം ഈ ദൂത് സ്ഥാപിക്കാൻ. യെഹെസ്കേൽ പ്രവചനത്തിനകത്ത് ദൂതൻ ചരട് പിടിച്ച് മുന്നിൽ നടക്കുന്ന അളവിൻ്റെ അനുഭവം യെഹെസ്കേൽ പറയുന്നുണ്ട്. ദൂതൻ 1000 മുഴം അളന്നു, വെള്ളം നരിയാണിയോളമായി. 1000 മുഴം അളന്നു, വെള്ളം മുട്ടോളമായി. 1000 മുഴം അളന്നു, വെള്ളം അരയോളമായി. പിന്നെ 1000 മുഴം അളന്നു, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത. ഈ ഒരു ആമേൻ പറയുന്നേ. സമുദ്രത്തിന് ദൈവം അതിര് വെച്ചിട്ടുണ്ട്, പക്ഷെ അഭിഷേകത്തിന് ദൈവം അതിര് വെച്ചിട്ടില്ല. എത്ര പേര് ആമേൻ പറയോ? അന്യഭാഷ ഇത്രേ പറയാവുന്ന അതിര് വെച്ചിട്ടില്ല. നിനക്ക് ഇറങ്ങാൻ മനസ്സുണ്ടോ? നിനക്ക് പ്രാപിക്കാൻ മനസ്സുണ്ടോ? നിനക്ക് ഏൽപ്പിക്കപ്പെടാൻ മനസ്സുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിനക്ക് ആഗ്രഹമുണ്ടോ? ഇന്ന് രാത്രി നിന്നെ നിറയ്ക്കുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ തോട്ടിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നു. ദൈവത്തിന്റെ തോട്ടിൽ, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നു. രാജാമാന ശൈതാരകൽമന, അത് താഴ്വരയിലേക്ക് ഒഴുകുന്നു. തണ്ടുവെച്ച പടകത്തിനകത്ത് കടക്കില്ല. ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കാൻ, ആത്മാവിൽ നിറയാൻ, അഭിഷേകത്തിൽ നിറയാൻ ഗ്രാമ താല്പര്യമുള്ള ദൈവമക്കൾ ആദരങ്ങളെ തുറന്ന് സ്തോത്രം ചെയ്യട്ടെ. അത് സംഭവിക്കട്ടെ. ആത്മാവിന്റെ ചലനങ്ങൾ ഇതിനകത്ത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ 2ാമത്തെ ആലയ പ്രവേശനം
തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്ന ആത്മാവിനെ സ്ഥാപിക്കുവാൻ. എത്ര പേർ ആമേൻ പറയും? ഒന്ന്, യേശു അപ്പൻ്റെയും വളർത്തപ്പൻ്റെയും അമ്മയുടെയും കൂടെ പോയി 12-ാമത്തെ വയസ്സിൽ. 2, യേശു ആലയത്തിൽ രഹസ്യമായി പോയി. 3, യേശു ആലയത്തിൽ പരസ്യമായി പോയി. എത്ര പേർ ആമേൻ പറയും? 3-ാമത്തെ ആലയപ്രവേശനമാണ് നമ്മുടെ കുറിവാക്യം. അവൻ ബേത്ഫാഗയിലെത്തിയപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുക, അവിടെ കെട്ടപ്പെട്ട ഒരു കഴുതയെയും അതിൻ്റെ കുട്ടിയെയും കാണും. എത്ര പേർ ഗ്ലോറി പറയാൻ തയ്യാറാണ്? പ്രൈസ് ദ ലോർഡ്. അതിനെ അഴിച്ചു കൊണ്ടുവരിക. ആമേൻ. യേശു ഒരു പ്രവാചകനാകയാൽ, യേശു ഒരു രാജാവാകയാൽ പ്രവാചകൻ്റെ വാഹനമായ കഴുതമേൽ അവൻ കയറി ആലയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒരു ദൂത് ഞാൻ പറയാം. ഈ കഴുതയെ ബന്ധിച്ചിടാൻ, ഇതിൻ്റെ തലമുറയെ ബന്ധിച്ചിടാൻ കഴുത ഒരു ഹിംസ്രജീവിയല്ല. അത് ആമേൻ ആരെയും കഴുത ഉപദ്രവിച്ച ചരിത്രമില്ല. അതൊരു ഹിംസ്രജീവിയല്ല. പക്ഷെ എന്തുകൊണ്ട് ഈ കഴുതയെ ബന്ധിച്ചു? തിരുവചനം പറയുന്നു, ആ കഴുതയുടെ മേൽ ഒരു ദൂത് കിടപ്പുണ്ട്. സിയോൻ പുത്രിയുടെ രാജാവ് കഴുതമേൽ കയറി. സ്തോത്രം ചെയ്യണം. സിയോൻ പുത്രിയുടെ രാജാവ് കഴുതമേൽ കയറി വരുമെന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞൊരു ദൂത് കിടപ്പ്. രാജാരകൽമന, ഇന്ന് രാത്രി അകാരണമായ ബന്ധനങ്ങൾ നിന്റെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തോ, നിന്റെ മേൽ വാഗ്ദത്തങ്ങളുണ്ട്. ആമേ, ബന്ധിച്ച ബന്ധനങ്ങളെ പൊട്ടിച്ച് വാഗ്ദത്തങ്ങളിലേക്ക് നിന്നെ കയറ്റിവിടാൻ ഈ ദൈവത്തിന് ശക്തിയുണ്ട്. ഈ രാത്രി വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ തൊട്ടി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴുതയെയും അതിൻ്റെ കുട്ടിയെയും അഴിച്ചു. കഴുതയുടെ കെട്ടുപൊട്ടി, കുട്ടിയുടെ ബന്ധനവും അഴിഞ്ഞു. സിയോൻ പുത്രിയുടെ രാജാവ് കഴുതമേൽ കയറി വരുമെന്ന ദൂത് കിടക്കുന്നു. ആ കഴുതയെ ആമേൻ ബന്ധിച്ചിട്ടിരിക്കുന്നു. സ്തോത്രം. ഒരു ദൂത് ഞാൻ പറയാം. നീ എത്ര ബന്ധിക്കപ്പെട്ട് കിടന്നാലും ദൈവിക പദ്ധതി നിന്റെ മേൽ ഉണ്ടെങ്കിൽ സമയം വരുമ്പോൾ അവൻ നിന്നെ അഴിച്ചിരിക്കും. യെസ്, സമയം വരുമ്പോൾ അവൻ നിന്റെ കെട്ടുകളെ പൊട്ടിച്ചിരിക്കും. സമയം വരുമ്പോൾ അവൻ നിന്റെ വിലാപത്തെ നിർത്തമാക്കോ. നിന്റെ രട്ടഴിച്ചു നിന്നെ സന്തോഷം ഉടുപ്പിക്കോ. വിശ്വസിക്കുന്നവർ ആ കരമൊന്നുയർത്തി ആമേൻ പറയുക. ഞാൻ വേഗത്തിൽ ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കഴുതമേൽ കയറി ഒരു പ്രവാചക ശബ്ദത്തോടെ അല്ല, ജയിച്ചു വരുന്നൊരു രാജകീയ പ്രൗഢിയോടെ യേശു കർത്താവ് യെരുശലേമിലേക്ക് പരസ്യമായി കയറി പോകുന്നു. യേശു കർത്താവിൻ്റെ പരസ്യ യാത്ര നിങ്ങൾ ശ്രദ്ധിക്കണം. കഴുതമേൽ കയറി ജയിച്ചൊരു രാജാവ്, സിയോൻ പുത്രിയുടെ രാജാവ് കഴുതമേൽ കയറി യെരുശലേമിലേക്ക് കയറുമ്പോൾ യെരുശലേം മുഴുവൻ ഇളകി. രാമൻ പറ. ആമെ കയ്യിൽ കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ ഹോശന്ന പാടാൻ തുടങ്ങി. ആളുകൾ മരച്ചില്ലികൾ വെട്ടി വഴിയിലിട്ടു. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് കഴുതമേൽ കയറി ഒരു രാജകീയ പ്രൗഢിയോടെ അവൻ യെരുശലേമിനകത്തേക്ക് കയറി. ആമേൻ. യെരുശലേമിനകത്തോട്ട് കയറുമ്പോൾ അവൻ ചെയ്ത ഒരു കാര്യമുണ്ട്. വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി. സ്തോത്രം. 1, യേശു 12-ാമത്തെ വയസ്സിൽ ആലയത്തിൽ കയറിയത് ഇത് പിതാവിൻ്റേതാണെന്ന് പറയാനാണെങ്കിൽ, 2, യേശു ആലയത്തിൽ കയറിയത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവിനെ കുറിച്ച് പറയാനാണെങ്കിൽ, യേശു പരസ്യമായ ആലയത്തിൽ കയറിയത് ആലയത്തിനകത്തൊരു ശുദ്ധീകരണത്തിനു വേണ്ടിയാണ്. ഞാൻ ഇന്ന് രാത്രി പറയാൻ പോകുകയാ. ആമേൻ. കർത്താവ് 2015 ദൈവം ചെയ്യാൻ പോകുന്നത് ചിലതിനെ ദൈവം അടിച്ചു ശുദ്ധമാക്കാൻ പോകുകയാ. ആമേൻ. ദൈവസഭയ്ക്കകത്തുള്ള കച്ചവടക്കാരെ ഒരാമേൻ പറ. ആത്മീകത്തെ കച്ചവട കണ്ണുകൊണ്ട് കാണുന്ന സകല കച്ചവടക്കാരെയും ഒരു ആമേൻ പറയണം. ഒരിക്കലെങ്കിലും രഹസ്യമായി പ്രാർത്ഥനാ മുറിയിൽ നീ ചോദിച്ചിട്ടില്ലേ, ദൈവമേ ഇതിനൊക്കെ എന്നാണ് പരിഹാരം വരുന്നത്? ആത്മീക ആരാധനയുടെ ഇടയിൽ ആത്മീകതയെ കച്ചവടമായി കാണുന്ന കച്ചവടത്തിൻ്റെ കണ്ണുകളുമായി ആലയത്തിനകത്ത് വരുന്ന ആളുകളില്ലാതില്ല. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, വിൽക്കുന്നവനെയും വാങ്ങുന്നവനെയും പുറത്താക്കുന്ന ഒരുവൻ വന്നിട്ടുണ്ട്.
മനസ്സിലാക്കാൻ പറ്റുന്നെങ്കിൽ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. അരുതായ്മകളെ മുഴുവൻ അടിച്ചുവാരിക്കളഞ്ഞ് അവിടെ എഴുതിയിരിക്കുന്നത്, വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും അവൻ പുറത്താക്കി. ആമേ, പ്രാവിനെ വിൽക്കുന്നവരുടെ പീഠങ്ങളെ മറിച്ചിട്ടു. എന്നിട്ട് താൻ ഒരു അനൗൺസ്മെന്റ് നടത്തി, എൻ്റെ ആലയം ഒരു നല്ല ഗ്ലോറി പറയണം, എൻ്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും. അത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. ആമേൻ. ദൈവസഭയ്ക്കകത്ത് പ്രാർത്ഥന വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ, ഓ ശൈതാരകൽമന, ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ, ഇതുവരെ കാണാത്ത വിടുതലുകൾ, ഇതുവരെ കാണാത്ത ദൈവപ്രവർത്തികൾ സഭാതലങ്ങളിൽ വെളിപ്പെട്ടു വരും. തിരിച്ചറിയുന്നവരാ രണ്ട് കരവും ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ഈ ദൂത് എല്ലാവരും കേൾക്കേണ്ട ദൂതാണെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഞാനിത് പ്രസംഗിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, 2015 ദൈവം ചിലതിനെ പുറത്താക്കും. ഒരു ദൈവപ്രവർത്തി കൊതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ ഈ ദൂതിന് ആമേൻ പറഞ്ഞു. ദൈവപ്രവർത്തിയെ തടയുന്ന, കള്ളന്മാരെ അടിച്ചു പുറത്താക്കുന്ന, ദൈവപ്രവർത്തിയെ തടയും, ദൈവപ്രവർത്തിയെ തടയുന്ന, അനാത്മീകതകളെ അടിച്ചു പുറത്താക്കുന്ന കർത്താവിന്റെ കരം നമ്മുടെ ഇടയിൽ ചലിക്കും. തിരിച്ചറിയുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എൻ്റെ ആലയം, പറഞ്ഞേ, ഇത് എൻ്റെ ആലയമാ. ചില ആളുകൾ ഞാനില്ലെങ്കിൽ പിന്നെ അതില്ലെന്ന ഒരാമേൻ പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനില്ലെങ്കിൽ അതില്ലെന്ന, നീ ഇല്ലെങ്കിലും അതുണ്ട്, പക്ഷെ അതില്ലെങ്കിൽ നീ ഇല്ല. ഞാനുള്ളത് കൊണ്ട് സഭയുള്ളെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ, സഭയുള്ളത് കൊണ്ട് നീ ഉള്ളതെന്ന് പഠിക്ക്. ഒരു നല്ല ഗ്ലോറി പറയുന്നേ. കഴിഞ്ഞിടയ്ക്ക് എന്നോടൊരു അച്ചായ മുഖത്ത് നോക്കി പറയാ, പണക്കാരുള്ളത് കൊണ്ടാ പാസ്റ്ററെ ഇതൊക്കെ ഉള്ളതെന്ന്. മനസ്സിലായില്ല? പണക്കാരുള്ളത് കൊണ്ടാ പാസ്റ്ററെ ഇതൊക്കെ ഉള്ളതെന്ന്. എത്ര പേര് ആമേൻ പറയോ? എടാ, പണമില്ലെങ്കിലും സഭ വളരും. ഞാൻ എൻ്റെ സഭയെ പണിയോ. ഓ രാജാമാന ശൈതാരകൽമന, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഈ രാത്രി പ്രാർത്ഥിക്കുന്ന പട്ടണം ഇതിനകത്തുണ്ടെങ്കിൽ, ആരാധിക്കുന്ന പട്ടണം ഇതിനകത്തുണ്ടെങ്കിൽ, പട്ടണത്തെ പിടിക്കാൻ അഭിഷേകത്തെ പകരാൻ ദൈവം തയ്യാറാണ്. തിരിച്ചറിയുന്നവരെ കരങ്ങളെ തട്ടിയുന്നു രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഓ രാജാരകൽമന ശൈതാരകൽമന അർത്ഥാരകനാജകന ധൂമഗമനാദിയ. ദൈവസഭയുള്ളത് കൊണ്ടാ നീ ഉള്ളത്, ആരാധനയുള്ളത് കൊണ്ടാ നീ ഉള്ളത്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ പരിമിതപ്പെടുത്തുകയാണ്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, നിങ്ങളിതിനെ കള്ളന്മാരുടെ, ഞാൻ പ്രസംഗിക്കുന്ന ഈ ദൂത് ഈ സഭയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്ന് എനിക്കറിയാം. ഇന്ന് ആത്മീക മണ്ഡലത്തിലെ അനാത്മീകതയ്ക്കെതിരെ, ഞാനൊരു പൊതു ശുശ്രൂഷകനായതുകൊണ്ട് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. പല സഭകളിലും നടക്കുന്ന നടപടികൾ കാണുമ്പോൾ ഒരാമേൻ പറയണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി 2015 സഭാ മണ്ഡലങ്ങളിൽ ഒരു വലിയ വ്യത്യാസമുണ്ടെന്ന് ഉറപ്പുള്ള ദൈവം ആഗോള സഭയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുകയോ. ഓ ശൈതാരകൽമന, കള്ളന്മാരെ അടിച്ചു പുറത്താക്കുന്ന, കച്ചവടക്കാരെ അടിച്ചു പുറത്താക്കുന്ന, പൊൻവാണിഭക്കാരെ അടിച്ചു പുറത്താക്കുന്ന ദൈവപ്രവർത്തി സഭകൾക്കകത്ത് വെളിപ്പെടാൻ പോകുകയോ. തിരിച്ചറിയുന്നവരെ കരമെന്നുയർത്തി സ്തോത്രം ചെയ്യട്ടെ.
എന്നെ മറന്നാലും നിങ്ങൾ ഈ ദൂത് മറക്കരുത്. 3 കാര്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ആലയ പ്രവേശനം. 1, തൻ്റെ 12-ാമത്തെ വയസ്സിൽ ഇത് പിതാവിൻ്റേതാണെന്ന് സ്ഥാപിക്കാൻ. 2, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്ന ആത്മാവിനെക്കുറിച്ച് സ്ഥാപിക്കാൻ. 3, ഇത് ജാതികൾക്കുള്ള പ്രാർത്ഥനാലയമെന്ന് സ്ഥാപിക്കാൻ. സഭ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ബലപ്പെടുമ്പോൾ പുറത്തു നിൽക്കുന്ന കുരുടൻ അകത്തു വന്ന് സൗഖ്യം പ്രാപിക്കും. പുറത്തു നിൽക്കുന്ന മുടന്തൻ അകത്തു വന്ന് സൗഖ്യം പ്രാപിക്കും. ഇന്ന് രാത്രി ഒരു ദൂത് പറയാൻ ഞാൻ നിയോഗിക്കപ്പെടുകയാ. നമ്മുടെ ഇടയിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, 1-ാം നൂറ്റാണ്ടിൽ നടന്നതിനേക്കാൾ അത്ഭുതങ്ങൾ ദൈവം ഈ അന്ത്യകാലത്ത് നമ്മുടെ ഇടയിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? പ്രാർത്ഥിക്കാൻ ഒരു ഗ്രൂപ്പ് തയ്യാറായാൽ മരിച്ചവനെ എഴുന്നേൽപ്പിക്കുന്ന, മുടന്തനെ സൗഖ്യമാക്കുന്ന, കുരുട്ട് കണ്ണുകളെ തുറക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവപ്രവൃത്തിയുടെ ആഴം ദൈവം നമ്മുടെ നടുവിൽ വെളിപ്പെടുത്തും. കണ്ണുകൾ അടയ്ക്കാം, ഈ രാത്രി പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. കർത്താവേ, ഈ രാത്രി നിന്റെ ആത്മാവിനെ അധികമായി എന്നിൽ പകരണമേ. ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അധികമായി നൽകുന്ന നല്ല കർത്താവ്, ഈ രാത്രി എത്ര പേർ താല്പര്യത്തോടെ എനിക്കിത് പോരാ, എനിക്ക് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആത്മപ്രവാഹം വേണം, ആത്മാർത്ഥതയോടെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഇത് പോരാ കർത്താവേ, എൻ്റെ മേലൊരു വലിയ ആത്മപ്രവാഹം വേണം എന്ന് കൊതിക്കുന്നവർ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഈ രാത്രി നാം ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ആത്മീക മണ്ഡലങ്ങളിലെ അനാത്മീകകൾക്കെതിരെ ആത്മപകർച്ചകൾ ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി തയ്യാറാകുക. ആഴമായ ശുദ്ധീകരണത്തിന് ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി തയ്യാറാകുക. പ്രിയ പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലും അങ്ങയുടെ ജനത്തോട് അങ്ങ് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. ഒരു വലിയ ഉണർവിലേക്കും വലിയൊരു ദൈവപ്രവൃത്തിയിലേക്കും ഈ സഭയെ ദൈവം നയിക്കുന്നതിനാൽ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഇതുവരെ ഈ സഭാഹാളിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ ദൈവം ചെയ്തെടുക്കാൻ പോകുന്നത് കൊണ്ട് അങ്ങയ്ക്ക് നന്ദി പറയുന്നു. പുറത്താക്കേണ്ടതിനെ പുറത്താക്കിയിട്ട് അകത്തു കൊണ്ടുവരേണ്ടതിനെ ദൈവം അകത്തു കൊണ്ടുവരാൻ പോകുന്ന കൃപയ്ക്കായി അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഈ ആലയത്തിനകത്ത് രോഗികൾ സൗഖ്യമാകും. ഈ ആലയത്തിനകത്ത് ബന്ധനങ്ങൾ അഴിയപ്പെടും. ഈ ആലയത്തിനകത്ത് അത്ഭുതങ്ങൾ വെളിപ്പെടും. അതിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ, ആമേൻ. സന്തോഷത്തോടെ ആമേൻ പറഞ്ഞാട്ടെ. ശുശ്രൂഷയ്ക്ക് അവസരമൊരുക്കിയ ദൈവപ്രത്യന് നന്ദി. ദൈവം അനുഗ്രഹിക്കും. ദൈവസംരക്ഷണം സ്വീകരിച്ച് ഈ പകൽക്കാലം കടന്നു വന്ന് ഈ പകൽക്കാലവും രാത്രികാലവും അനുഗ്രഹിക്കപ്പെട്ട സൂക്ഷിച്ച കർത്താവിൻ്റെ ദാസൻ ദൈവസഭയുടെ പേരിൽ വ്യക്തികളെ നന്ദി അറിയിക്കുന്നു. കരങ്ങളെ യുവത്തെ കർത്താവിനെ ശ്രദ്ധിച്ചാട്ടെ. പ്രമാണത്തിൻ്റെ നിർബന്ധത്താൽ 12-ാം വയസ്സിൽ മാതാപിതാക്കളോടുകൂടെ പോയവൻ, ആലയവും താനും തമ്മിലുള്ള ബന്ധം എൻ്റെ പിതാവിനുള്ളത് ഞാൻ ഇരിക്കേണ്ടതല്ലയോ എന്ന് ഓർപ്പിക്കാനിടയായി. രഹസ്യത്തിൽ പോയവൻ വെളിപ്പെടാനിരിക്കുന്ന പരിശുദ്ധാത്മ പകർച്ചയെ വെളിപ്പെടുത്താനിടയായി. പരസ്യത്തിൽ പോയവൻ ആലയത്തെ ശുദ്ധീകരിച്ച് ആലയമെന്ത് എന്നുള്ള വാക്കിന് ഉത്തരം പറഞ്ഞ് ആലയം പ്രാർത്ഥനാലയം എന്ന് പറയാനിടയായി. ഇനി വിസ്തരിക്കുന്നില്ല, സമയം വളരെ മുമ്പോട്ട് പോയി. കർത്തൃദാസനെ വചനത്തിൻ്റെ വെളിപ്പാടുകൾ കർത്താവ് നിർത്തിയല്ലോ. നമ്മോട് ഓരോരുത്തരുടെ ദൈവാത്മാവ് സംസാരിച്ചല്ലോ. ഹല്ലേലൂയ. ദൈവസഭയോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചല്ലോ. കർത്താവ് കൽപ്പിച്ച എല്ലാ വചനങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്തൃത്വത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൽ വെളിപ്പാടുകളുടെ ആഴങ്ങളിലേക്ക് ഇറക്കി അനേകരെ തീർന്ന് വെള്ളത്ത് വലിച്ചെടുക്കുന്ന ഒരു ശക്തമേറിയ അഭിഷേകത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മടക്കയാത്രയ്ക്കായി പ്രാർത്ഥിക്കാം, കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. ദൈവദാസന്മാരെ ദൈവജനത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാ വിശ്വാസ ഭവനങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, മാതാപിതാക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കരങ്ങളെ കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. കർത്തൃദാസനെ കർത്താവ് കരങ്ങളെടുത്തനായി
സ്തോത്രം ചെയ്യാം. സ്തോത്രം നമ്മോട് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സമദോസവാസവും കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിലും ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട വിഷയത്തിലും ഭൂലോകത്തിൽ 5 വിഷയമാണവരും വിശേഷാൽ ഇന്ന് രാത്രി കാലം കടന്ന നല്ല ദൈവജനത്തിന്മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രികാലം ജയന്തവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.